പ്രിയമുള്ളവരെ, 2020 വീണ്ടും ഒരു ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാവുകയാണ്. 1986 ശേഷം ഇപ്പോൾ നടപ്പിലാക്കപ്പെടുന്ന ദേശീയ വിദ്യാഭ്യാസ നയം നമ്മൾ നാളിതുവരെ നേടിയ വിദ്യാഭ്യാസ പുരോഗതിയെ ആകെ തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള നയങ്ങളും പരിപാടികളുമായിട്ടാണ് അത് വിശദീകരിക്കപ്പെടുന്നത്. കൃത്യമായ വർഗീയവൽക്കരണത്തിൻ്റെയും കോർപ്പറേറ്റ് വൽക്കരണത്തിൻ്റെയും അജണ്ടകൾ ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ വരികൾക്കിടയിലൂടെ വായിച്ചാൽ ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ഭരണകൂടം വിദ്യാഭ്യാസത്തെ അവരുടെ നയപരിപാടികൾ നടപ്പിലാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമായി ഉപയോഗിച്ചത് ഫാസിസ്റ്റ് ഭരണാധികാരികളായ മുസോളിനിയുടെയും ഹിറ്റ്ലറുടെയും വിദ്യാഭ്യാസ നയങ്ങളിലൂടെ ലോകം മനസ്സിലാക്കിയതാണ്. അപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ നടപ്പിലാക്കുന്ന ഈ വിദ്യാഭ്യാസ നയം ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ ഭരണകൂടം അവരുടെ അജണ്ടകൾ എങ്ങനെയാണ് ഇന്ത്യയിൽ സന്നിവേശിപ്പിക്കുന്നത് എന്നതിന് ഉപയോഗപ്പെടുത്തുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഈ 2020 ദേശീയ വിദ്യാഭ്യാസ നയം. പൊതുവിദ്യാഭ്യാസ സംവിധാനത്തെ ആകെ ഇല്ലാതാക്കുന്നതും ഉന്നത വിദ്യാഭ്യാസ മേഖല വരേണ്യവർഗത്തിന്റെ സമ്പന്ന താൽപര്യങ്ങൾക്കനുസരിച്ച് മാത്രം നിലനിൽക്കുന്നതുമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള നയങ്ങളും വകുപ്പുകളുമാണ് ഈ വിദ്യാഭ്യാസ നയത്തിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് നമ്മൾ നട്ടുനനച്ച് വളർത്തിയുണ്ടാക്കിയ പൊതുവിദ്യാഭ്യാസ സംവിധാനത്തെ ഏറ്റവും സാധാരണക്കാരനായ ഒരു ആളു മുതൽ ഏത് തലത്തിലുള്ള ജനങ്ങൾക്കും പ്രാപ്യമായിരുന്ന ഈ വിദ്യാഭ്യാസ സംവിധാനത്തെ സമ്പന്നർക്ക് മാത്രം പ്രാപ്യമാകുന്ന തലത്തിലേക്ക് ഉന്നത വിദ്യാഭ്യാസം ഉൾപ്പെടെ മാറുന്ന ഒരു സാഹചര്യമാണ് ഇതിൻ്റെ ഭാഗമായി ഇന്ത്യയിലും അതോടൊപ്പം കേരളത്തിലും ഉൾപ്പെടെ സൃഷ്ടിക്കപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഈ വിദ്യാഭ്യാസ നയത്തെ ചെറുത്തു തോൽപ്പിക്കുക എന്നത് ജനാധിപത്യ ബോധമുള്ള മതനിരപേക്ഷ ചിന്താഗതിയുള്ള ഫെഡറലിസം ഇന്ത്യയിൽ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു പൗരന്റെയും അനിവാര്യമായ കടമയാണെന്ന് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അത്തരമൊരു സാഹചര്യത്തിലാണ് ഈ വിദ്യാഭ്യാസ നയം മുന്നോട്ട് വെക്കുന്ന പ്രതിലോമകരമായ ആശയങ്ങളെ പൊതുജന സമക്ഷം തുറന്നു കാണിക്കുക എന്ന ലക്ഷ്യത്തോടും നമ്മുടെ പൊതുവിദ്യാഭ്യാസ സംവിധാനത്തെ ഏത് വില കൊടുത്തും സംരക്ഷിക്കും, അതിനാവശ്യമായ പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിക്കേണ്ടതായിട്ടുണ്ട് എന്ന ചിന്താഗതിയോടുകൂടിയാണ് കേരളത്തിലെ അധ്യാപക സംഘടനകളും അതുപോലെ തന്നെ വിദ്യാർത്ഥി സംഘടനകളുടെയും സംയുക്ത വേദിയായി വിദ്യാഭ്യാസ സംരക്ഷണ സമിതി രൂപീകരിച്ച് പ്രവർത്തിക്കുന്നത്. അതിന്റെ ഭാഗമായി തളിപ്പറമ്പ് സൗത്ത് സബ് ജില്ലാ വിദ്യാഭ്യാസ സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് ദേശീയ വിദ്യാഭ്യാസ നയം 2020 ഒളി അജണ്ടകൾ മറനീക്കി പുറത്തു കൊണ്ടുവരുന്നതിനും അത്തരം അജണ്ടകൾ എങ്ങനെയാണ് നിലനിൽക്കുന്ന സാമൂഹ്യ നീതിയെ അട്ടിമറിക്കുന്നു എന്നതും വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു വെബിനാർ സംഘടിപ്പിക്കുന്നത്. ഈ വെബിനാർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് KSTയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം സഖാവ് CC വിനോദ് കുമാർ മാസ്റ്ററാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഈ പരിപാടിയിൽ വെബിനാറിൽ സംസാരിക്കുന്നത് SFIയുടെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് സഖാവ് CP ഷിജുവാണ്. ഷിജുവിനെയും സ്നേഹത്തോടുകൂടി ഈ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഈ വെബിനാർ വീക്ഷിക്കുന്ന എല്ലാ വിഭാഗം ആളുകളെയും സ്നേഹത്തോടുകൂടി വിദ്യാഭ്യാസ സംരക്ഷണ സമിതി തളിപ്പറമ്പ് സൗത്തിനു വേണ്ടി ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ വെബിനാർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വിഷയം അവതരിപ്പിക്കുന്നതിനായി സഖാവ് വിനോദ് മാഷെ സ്നേഹത്തോടുകൂടി ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, ദേശീയ വിദ്യാഭ്യാസ നയം 2020 കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ നയം അതോടെ ഈ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ നയമായി മാറാൻ പോവുകയാണ്. 1947 മുതൽ സംഘപരിവാർ ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ ആഗ്രഹിച്ചിരുന്നതും അവരുടെ വിദ്യാലയങ്ങളിൽ പിന്തുടരുന്നതുമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം രാജ്യത്തിന്റെ പൊതുവിദ്യാഭ്യാസ സമ്പ്രദായമായി മാറാൻ പോകുന്നു. വളരെ സൂക്ഷ്മതയോടെ സംഘപരിവാറിന്റെ ഹിന്ദുത്വ അജണ്ട ഈ നയത്തിന്റെ വരികൾക്കിടയിൽ സമർത്ഥമായി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ഇതിന്റെ ശില്പികൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നും മനസ്സിലാക്കാം. തുറന്ന വായനയിൽ ആർക്കും ദർശിക്കാനാവാത്ത വിധം പുരോഗമനപരമെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ സംഘപരിവാർ അതിന്റെ ലക്ഷ്യം ഈ റിപ്പോർട്ടിലുടനീളം സന്നിവേശിപ്പിച്ചിരിക്കുന്നതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ ഇന്ത്യൻ ഭരണകൂടം അവരുടെ ദർശനങ്ങൾ
ഭരണവർഗത്തിന്റെ സാമ്പത്തിക നയങ്ങളും ഈ വിദ്യാഭ്യാസ നയത്തിലൂടെ രാജ്യത്ത് നടപ്പിലാക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങൾ നിർവഹിക്കണം. ഒന്നതിന്റെ ഘടന തകർക്കണം, മറ്റതിന്റെ ഉള്ളടക്കം പൊളിച്ചെഴുതണം. ഇത് രണ്ടും ഇന്ത്യയിലെ ഭരണവർഗം ലക്ഷ്യം വെക്കുകയാണ്. ഉള്ളടക്കം മാറ്റിയെഴുതുക വഴി അതിന്റെ വർഗീയവൽക്കരണത്തിനും, ഘടന തകർക്കുക വഴി അതിന്റെ സ്വകാര്യവൽക്കരണത്തിനും, അതോടൊപ്പം തന്നെ അധികാര കേന്ദ്രീകരണത്തിനും തൊഴിൽ നയങ്ങൾ മാറ്റിയെഴുതുന്ന ഒരു സർക്കാർ ജീവനക്കാരുടെ, പ്രത്യേകിച്ച് അധ്യാപകരുടെ തൊഴിൽ സുരക്ഷത അപകടത്തിലാക്കുന്ന രീതിയിലുള്ള നയങ്ങളും ഇതുവഴി നടപ്പിലാക്കുകയാണ്. ഈ റിപ്പോർട്ടിലുടനീളം സ്വകാര്യ ഫിലാന്ത്രഫിക് സ്ഥാപനങ്ങളുടെ പേര് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഫിലാന്ത്രഫിക് എന്ന് പറയുന്നത് സന്നദ്ധ സേവന സംഘങ്ങളെയാണ്. ഈ റിപ്പോർട്ടിൽ ആദ്യന്തം സ്വകാര്യ സന്നദ്ധ സംഘങ്ങളുടെ പേര് പരാമർശിച്ചിരിക്കുന്നു. പ്രൈവറ്റ് ഫിലാന്ത്രഫിക് എന്നാണ് ഈ റിപ്പോർട്ടിൽ എല്ലായിടത്തും ഈ വാക്കുകൾ ഉപയോഗിച്ച് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. അതുകൊണ്ട് തന്നെ നിലവിലുള്ള ഫിലാന്ത്രഫിക് സംഘടനകളെ കുറിച്ച് നമുക്ക് ഒരു ധാരണ ഉണ്ടാകുന്നത് ഈ റിപ്പോർട്ടിന്റെ അകത്ത് പ്രവേശിക്കുന്നതിന് മുമ്പ് നല്ലതായിരിക്കും. രാജ്യത്ത് പ്രധാനമായും 10ഓളം ഫിലാന്ത്രഫിക് സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. പ്രധാനമായിട്ടും ഇതിൽ ഏറ്റവും വിപുലമായതും ആഴത്തിൽ വേരോട്ടമുള്ളതുമായിട്ടുള്ള ഫിലാന്ത്രഫിക് സംവിധാനം സംഘപരിവാറിൻ്റെതാണ്. RSS രാജ്യത്താകമാനം വിവിധ പേരുകളിൽ ലക്ഷക്കണക്കിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്. എല്ലാം സന്നദ്ധ പ്രവർത്തനത്തിന്റെ പേരിലാണ് നടത്തുന്നതെന്നും കൂടി നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇവയിൽ ദശലക്ഷക്കണക്കിന് കുട്ടികൾ പഠിക്കുകയും ചെയ്യുന്നു. അഖില ഭാരതീയ ശിക്ഷാ സംസ്ഥാൻ എന്ന സംവിധാനത്തിന് കീഴിലാണ് ഈ രാജ്യത്തുള്ള RSSന്റെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത്. പൊതുവെ ഇതിന് വിദ്യാഭാരതി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് എന്ന് നമുക്കറിയാം. ആദിവാസി മേഖലയിൽ വനവാസി സ്കൂളുകളും പിന്നോക്ക മേഖലകളിൽ ഒരധ്യാപകൻ മാത്രമുള്ള ഏകാധ്യാപക വിദ്യാലയങ്ങളും പ്രവർത്തിക്കുക വഴി ഏറ്റവും ദരിദ്ര ജനവിഭാഗങ്ങളിൽ വലിയ രീതിയിൽ ഈ ഫിലാന്ത്രഫിക് സംവിധാനത്തിലൂടെ സംഘപരിവാർ ഇടപെടുകയാണ്. ഈ പിന്നോക്ക മേഖലയിലെ സ്കൂളുകളിൽ എല്ലാ കുട്ടികൾക്കും ചേർന്ന് പഠിക്കാം. അതിൽ ഹിന്ദു മുസ്ലിം എന്നൊന്നും വേർതിരിവില്ല. കാരണം അവിടെ പഠിപ്പിക്കുന്നത് തന്നെ ഹിന്ദു എന്നുള്ളത് ഒരു മതമല്ലെന്നും അത് ഇന്ത്യയിലെ ഒരു സംസ്കാരമാണെന്നാണ്. ഹിന്ദു എന്നുള്ളത് ഒരു ഇന്ത്യൻ സംസ്കാരമാണ്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഈ സംസ്കാരത്തിന്റെ ഭാഗമാകണമെന്നും ഭാരതീയ സംസ്കാരം എന്നുള്ളത് ഹിന്ദുത്വമാണ് എന്ന രീതിയിലാണ് ഈ കുട്ടികളടക്കം ഇവർ പറഞ്ഞു പഠിപ്പിക്കുന്നത്. ഇതിന്റെ ചരിത്ര നാൾവഴികളിലൂടെ പോയാൽ 1946 ഗോൾവാൾക്കറാണ് ഗീതാ സ്കൂൾ ആരംഭിച്ചത് കുരുക്ഷേത്രയിൽ. അവിടുന്ന് തുടങ്ങുന്നു, സ്വാതന്ത്ര്യത്തിന് മുമ്പ് തുടങ്ങുന്നു ഇവരുടെ വിദ്യാഭ്യാസ ലക്ഷ്യം. 48 ഗാന്ധിവാദത്തെ തുടർന്ന് RSSനെ നിരോധിച്ചതോടെ ഇവരുടെ സ്കൂൾ വ്യാപനത്തിന് തടസ്സമുണ്ടായി. RSSന്റെ നിരോധനം നീക്കിയപ്പോൾ 1952 ആദ്യത്തെ സരസ്വതി വിദ്യാലയം നാനാജി ദേശ്മുഖ് തുടങ്ങി. പിന്നീട് ഇതിന്റെ വളരെ പെട്ടെന്നായിരുന്നു ഇതിന്റെ വ്യാപനം എന്ന് നമുക്ക് കാണാൻ സാധിക്കും. 1977-78 ഇവന്റെ ഈ സ്ഥാപനങ്ങളുടെ ഓൾ ഇന്ത്യ അപെക്സ് ബോഡി വിദ്യാഭാരതി രൂപം കൊണ്ടു. തുടർന്ന് ഇവർ നടത്തിയ വിദ്യാഭ്യാസ രംഗത്തിലുള്ള ഇടപെടലിന്റെ ഭാഗമായി വളരെ പെട്ടെന്ന് NCERTയുടെ വിശ്വാസം ആർജിക്കാൻ ഇവർ കഴിയുകയും ഈ സ്കൂളുകളുടെ സമാനതകളില്ലാതെ വ്യാപനം നടക്കുകയും ചെയ്തു. രാജ്യത്തിന്റെ ഏറെക്കുറെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇവരുടെ സ്കൂളുകൾ സംഘപരിവാറിന്റെ ഈ അപെക്സ് ബോഡി കീഴിലുള്ള സ്കൂളുകൾ പ്രവർത്തിക്കുകയാണ്. ഓരോ സംസ്ഥാനത്തിലും ആ സംസ്ഥാനത്തിന് യോജിക്കുന്ന രീതിയിലുള്ള അവിടുത്തെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് വിവിധ പേരുകളാണ് പ്രവർത്തിക്കുന്നത് കാണാൻ സാധിക്കും. ഡൽഹിയിൽ ഹിന്ദു ശിക്ഷാ സമിതി എന്ന പേരിലാണ് ഈ വിദ്യാലയങ്ങൾ പ്രവർത്തിക്കുന്നത്. കേരളത്തിൽ ഭാരതീയ വിദ്യാനികേതൻ എന്ന സംവിധാനത്തിന്റെ ഭാഗമാണ് ഈ സ്കൂൾ പ്രവർത്തിക്കുന്നത്. 2018 കണക്ക് പ്രകാരം 45 ദശലക്ഷം കുട്ടികൾ RSSന്റെ ഈ വിദ്യാലയങ്ങൾ പഠിക്കുന്നുണ്ട്. അത് പ്രൈമറി വിദ്യാലയം മുതൽ പ്രീ പ്രൈമറി വിദ്യാലയം മുതൽ ഉന്നത വിദ്യാഭ്യാസം വരെയുള്ള എല്ലാ മേഖലകളിലും സംഘപരിവാറിന്റെ ഫിലാന്ത്രഫിക് സംവിധാനത്തിന്റെ ഭാഗമായി സ്കൂളുകൾ പ്രവർത്തിക്കുകയാണ്. 45 ദശലക്ഷം കുട്ടികളാണ് 2018 കണക്ക് പ്രകാരം ഈ സ്ഥാപനങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വിദ്യാഭാരതിയുടെ ദർശനം, ഇതിന്റെ ഐഡിയോളജി എന്താണെന്ന് നേരത്തെ ഇതിന്റെ സെക്രട്ടറി ദീനനാഥ് ബത്ര വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന്റെ ഐഡിയോളജി ഇങ്ങനെയാണ്: വി ആർ ഫൈറ്റിംഗ്
an ideological battle against Macaulay, Marx and Madrasawadi's. In comparison with Vidya Bharati, advocates Indianization, nationalization and spiritualization of education. ഇതാണ് വിദ്യാഭാരതിയുടെ ദർശനം. ഇന്ത്യനൈസേഷൻ, ഹിന്ദുത്വവൽക്കരണം, ഇന്ത്യയുടെ സംസ്കാരമാണ് ഹിന്ദു. ഇന്ത്യനൈസേഷൻ, ദേശീയവൽക്കരണം, അതുപോലെ തന്നെ ആത്മീയവൽക്കരണവും. അതോടൊപ്പം ഈ വിദ്യാഭ്യാസ സംരംഭങ്ങളുടെ പ്രവർത്തനം ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയിട്ടുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തിനെതിരാണ്, മാർക്സിസത്തിനെതിരാണ്, അതുപോലെ തന്നെ മദ്രസവാദീസ് മുസ്ലിങ്ങൾക്കെതിരാണ്. ഇതാണ് ഇവരുടെ ദർശനം. ഇത്രയും ദർശനങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രമേ നമുക്ക് നിലവിലുള്ള വിദ്യാഭ്യാസ നയത്തെ വിലയിരുത്താൻ വേണ്ടി പറ്റും. കൂടാതെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാറുണ്ട് ഈ ഫിലാന്ത്രഫിക് സംവിധാനത്തെ കുറിച്ച് പറയുമ്പോൾ. രാജ്യത്ത് ലക്ഷക്കണക്കിന് ഏകൽ വിദ്യാലയങ്ങൾ RSSന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കണം. ഒരധ്യാപകൻ, പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരധ്യാപകൻ മാത്രമുള്ള സ്കൂൾ, ഏക് ശിക്ഷക് ഏക് സ്കൂൾ, ഒരു ശിക്ഷകൻ മാത്രമുള്ള ഒരു വിദ്യാലയം. ഇത് 1,00,000 ഗ്രാമങ്ങളിൽ 2.7 ദശലക്ഷം കുട്ടികൾ ഈ സ്കൂളിൽ പഠിക്കുന്നതായിട്ടാണ് ഏറ്റവും അവസാനത്തെ കണക്ക്. 1,00,000-ത്തിലധികം വിദ്യാലയങ്ങൾ. ഇന്നത്തെ നരേന്ദ്രമോദി സർക്കാരിലെ ഒരു മന്ത്രി പ്രതാപചന്ദ്ര സാരംഗി ആയിരുന്നു നേരത്തെ ഈ ഏകൽ വിദ്യാലയങ്ങളുടെ ചുമതലക്കാരൻ. നോക്കണം, ഇതിന് സംഘപരിവാറായിട്ടുള്ള ഇതിന്റെ ബന്ധം. ഇപ്പോ നരേന്ദ്രമോദി സർക്കാരിൽ ഒരു മന്ത്രിയാണ് അദ്ദേഹം. 1980 ഒറീസയിലാണ് ആദ്യം തുടങ്ങിയത്, ഒരു ഒറ്റപ്പെട്ട ഗ്രാമത്തിൽ. പിന്നെ ഇത് വളരെ പെട്ടെന്ന് വ്യാപനം ഉണ്ടായി. ഇതിന്റെ സ്ഥാപനവൽക്കരണം നടന്ന 1988-ലാണ്. ഇത് കൃത്യമായിട്ട് നമുക്ക് രേഖകൾ കാണാൻ വേണ്ടി പറ്റും. ടൈപ്പ്, ഏത് തരം വിദ്യാലയം, വോളണ്ടിയർ ഓർഗനൈസേഷൻ എന്ന രീതിയിലാണ് ഏകൽ വിദ്യാലയം. AEA എന്നാണ് ഇതിന്റെ രജിസ്ട്രേഷൻ രേഖപ്പെടുത്തിയിരുന്നത്, ഏകൽ അഭിയാൻ. ഇതിന്റെ ഹെഡ്ക്വാർട്ടറുകൾ ഇന്ത്യയിലും ഡൽഹിയിലും അമേരിക്കയിലും ഹൂസ്റ്റണിലും പ്രവർത്തിക്കുന്നു. ഹൂസ്റ്റണിൽ ഇതിന്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഇന്ത്യയിൽ മാത്രമാണ്. റീജിയൻ സെർവ്ഡ് ഏരിയ ഓഫ് ഓപ്പറേഷൻ അല്ല, ഈ വോളണ്ടറി ഓർഗനൈസേഷന്റെ സർവീസ് കിട്ടുന്ന, സേവനം ലഭിക്കുന്നത് ഇന്ത്യയിലാണ്. ഇത്രയും കാര്യങ്ങൾ ആമുഖമായി പറഞ്ഞുകൊണ്ട് മാത്രമേ എന്താണ് ഫിലാന്ത്രഫിക് സംവിധാനമെന്നും RSS വിഭാവനം ചെയ്യുന്ന ഫിലാന്ത്രഫിക് സംവിധാനത്തിന്റെ പ്രവർത്തനം ഏത് തരത്തിലാണ് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. ഇനി ഈ വിദ്യാഭ്യാസ നയത്തിലേക്ക് പോകുമ്പോൾ വിവിധ വെബിനാറുകൾ കേട്ട് കഴിഞ്ഞവരാണ് നമ്മളെല്ലാവരും. ഇതിന്റെ രാഷ്ട്രീയമായിട്ടുള്ള കൃത്യമായിട്ടുള്ള വിശകലനങ്ങൾ രാഷ്ട്രീയ നേതാക്കന്മാർ ഉൾപ്പെടെ വിവിധ തലങ്ങളിലുള്ളവർ സംസാരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അത്തരം ഒരു രാഷ്ട്രീയ വിശകലനത്തിന് പോകാതെ ഇതിന്റെ ഉള്ളടക്കത്തിലൂടെ ഒന്ന് ഓടിച്ചു പോവുക മാത്രമാണ് ഈ ഘട്ടത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പറയുമ്പോൾ ഇതിനകത്ത് പലരും പറയും ഇതിനകത്ത് ഒരുപാട് നല്ല കാര്യങ്ങൾ അത് പരാമർശിച്ച് കാണുന്നില്ല. നല്ലതോ മോശമോ എന്ന് പരാമർശിക്കേണ്ട കാലമായിട്ടുള്ള ആളാണ്. കാരണം കഴിഞ്ഞ 2 ദേശീയ വിദ്യാഭ്യാസ നയങ്ങൾക്കും പൂർത്തീകരിക്കാൻ പോകാതെ കഴിയാതെ അജണ്ടകളാണ് ഈ വിദ്യാഭ്യാസ നയം കൊണ്ട് ലക്ഷ്യമെടുത്തതെന്ന് പറയുമ്പോൾ കഴിഞ്ഞ 2 വിദ്യാഭ്യാസ നയങ്ങൾ പരാജയപ്പെട്ടു എന്ന് സമ്മതിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ പലതും നല്ലതാണ് എന്ന് പറയേണ്ട സമയമായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഒരു പുതിയ ഘടനയുടെ ഭാഗമായി ഒരുപാട് നിർദ്ദേശങ്ങൾ വരുന്നു. അത് നല്ലതോ മോശം കാലം വിലയിരുത്തേണ്ടതാണ്. ഏതായാലും അതിനകത്തുള്ള വിമർശനാത്മകമായി വളരെ ഗുരുതരമായുള്ള അപകടങ്ങൾ മണക്കുന്ന ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിന്റെ ഉള്ളിലൂടെ കടന്നു പോവുകയാണ്. 2019 കരട് വിദ്യാഭ്യാസ നയത്തിൽ 477 പേജുകൾ ഉണ്ടായിരുന്നു, ആമുഖവും സംക്ഷിപ്തവും ഉൾപ്പെടെ. എന്നാൽ ഇപ്പോഴത്തെ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ 65 പേജ് മാത്രമേ ഉള്ളൂ. 65 പേജിൽ അത് ഒതുക്കിയിരിക്കുന്നു. 477 പേജിലുള്ള വിദ്യാഭ്യാസ നയം 65 പേജിൽ ഒതുക്കുമ്പോൾ അതിന്റെ ഉള്ളടക്കത്തിൽ ഒരു ചോർച്ചയും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാരണം അതിന്റെ 4 ചാപ്റ്ററുകളാണ്. ഒന്ന് സ്കൂൾ വിദ്യാഭ്യാസമാണ്, അതിന് 8 അധ്യായങ്ങളാണ് നേരത്തെ ഉണ്ടായത്, ഇപ്പോഴും 8 അധ്യായങ്ങളാണ്. അതിന്റെ പേരിൽ ചെറിയ മാറ്റം മാത്രമേ ഉള്ളൂ. ഹയർ എഡ്യൂക്കേഷൻ നേരത്തെ 10 ഭാഗങ്ങളാണ് ഉണ്ടായിരുന്നത്, രണ്ടാമത്തെ ചാപ്റ്ററാണത്. അതിൽ ഇപ്പൊ 11 ഭാഗങ്ങളുണ്ട്, എന്ന് 2 വീതിച്ച് എഴുതിയിരിക്കുന്നു. മൂന്നാമത്തെ അതർ കീ ഫോക്കസ് ആണ്, അതിപ്പോഴും അങ്ങനെ തന്നെ. നേരത്തെ 4 ചാപ്റ്ററുകളെ ഒതുക്കിയത് ഇത് 5 ചാപ്റ്ററുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നേരത്തെ ട്രാൻസ്ഫോമിംഗ് എഡ്യൂക്കേഷൻ എന്നായിരുന്നു അതിന്റെ പേരെങ്കിൽ ഇപ്പൊ അതിനെ 4ാമത്തെ പാർട്ടിന് മേക്കിംഗ് ഇറ്റ് ഹാപ്പൻ എന്ന രീതിയിൽ പേര് മാറ്റിയിട്ടുണ്ട്. എന്നാൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വലിയ മാറ്റില്ല. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ കരട് വിദ്യാഭ്യാസ നയത്തിന്റെ അകത്ത് കാര്യങ്ങൾ ചുരുക്കി പറയുമ്പോഴും ഇതിന്റെ അകത്തുള്ള വിപുലമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, വളരെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഇന്നത്തെ പുതിയ ദേശീയ വിദ്യാഭ്യാസ 65 പേജിൽ ഒതുക്കിയിരിക്കുന്ന പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ ഏറ്റവും വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിയണമെങ്കിൽ നേരത്തെയുള്ള കരട് വിദ്യാഭ്യാസ നയത്തിലുണ്ട് എന്നർത്ഥം. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഏറ്റവും സംക്ഷിപ്തമായി ഈ റിപ്പോർട്ട് സൂചിപ്പിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഈ റിപ്പോർട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റൂ.
4 കാര്യങ്ങൾ അടിസ്ഥാനമാക്കി ഇതിന്റെ ഉള്ളടക്കത്തിലൂടെ കടന്നു പോകുന്നതായിരിക്കും നല്ലത്. ഒന്ന്, ഹിന്ദുത്വവൽക്കരണമാണ്. ഇതിൽ നമുക്ക് ദർശിക്കാൻ പറ്റുന്ന ഒരു കാര്യം ഹിന്ദുത്വവൽക്കരണം ഇതിൽ എങ്ങനെ ഈ റിപ്പോർട്ടിൽ എന്നതിനെ ഈ ഘട്ടത്തിൽ നാം കാണേണ്ടത്. മറ്റൊന്ന്, സ്വകാര്യവൽക്കരണമാണ്. ഒരു വേള ഹിന്ദുത്വവൽക്കരണവും സ്വകാര്യവൽക്കരണവും ഒരുമിച്ച് നടത്തുന്ന നിർദ്ദേശങ്ങളാണ് ഇതിനകത്തുള്ളത് കാണാം. അപ്പൊ ഈ 2 കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വേണം. ഹിന്ദുത്വവൽക്കരണം, സ്വകാര്യവൽക്കരണം ഇതിലെങ്ങനെയുണ്ടെന്ന്. മറ്റൊന്ന്, അധികാര കേന്ദ്രീകരണമാണ്. ഫെഡറലിസം എന്നുള്ളത് ഫെഡറലിസ്റ്റർ നിരാകരിക്കുകയാണ്. അതെപ്പോഴും സംഘപരിവാറിന്റെ ഫാസിസ്റ്റുകളുടെ ലക്ഷണമാണ്. അധികാര കേന്ദ്രീകരണമാണ് ഫാസിസ്റ്റുകളുടെ ഒരു ലക്ഷ്യം എപ്പോഴും. RSS ലക്ഷ്യം വെക്കുന്ന അധികാര കേന്ദ്രീകരണമാണ്. അപ്പൊ അധികാര വികേന്ദ്രീകരണം എന്നുള്ളവർക്ക് അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് തന്നെ ഫെഡറൽ ഘടന തകർക്കുന്നതാണ് മറ്റൊരു കാര്യം. 4മത്തത്, ഈ കാലഘട്ടത്തിൽ കോർപ്പറേറ്റുകൾക്ക് അനുസൃതമായി തൊഴിൽ നിയമങ്ങൾ മാറ്റി എഴുതുമ്പോൾ വിദ്യാഭ്യാസ മേഖലയിലെ ജീവനക്കാരുടെ, പ്രത്യേകിച്ച് അധ്യാപകരുടെ തൊഴിൽ സുരക്ഷിതവുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ കൂടി ഈ റിപ്പോർട്ടുമായി നമ്മൾ ചേർത്ത് വായിക്കുന്നുണ്ട്. അപ്പൊ 4 കാര്യങ്ങൾ അടിസ്ഥാനമാക്കി ഈ റിപ്പോർട്ടിലൂടെ കടന്നു പോകുന്നതായിരിക്കും നല്ലതൊന്ന് സ്വകാര്യവൽക്കരണം, മറ്റൊന്ന് ഹിന്ദുത്വവൽക്കരണം, ഇത് രണ്ടും ചേർന്ന് പോകുന്നു. 3മത്തത് അധികാര കേന്ദ്രീകരണം, 4മത്തേത് തൊഴിൽ സുരക്ഷിതത്വം അധ്യാപകന്റെ. ഇത് ഈ റിപ്പോർട്ടിന്റെ ആമുഖത്തിൽ തന്നെ സൂചിപ്പിച്ചിരിക്കും. ഈ ആമുഖം ഏകദേശം മനസ്സിലാക്കി കഴിഞ്ഞാൽ റിപ്പോർട്ട് എങ്ങനെ വികസിക്കുന്നത് കൃത്യമാണ്. ആമുഖത്തിൽ ദേശീയ വിദ്യാഭ്യാസം 2020 21ാം നൂറ്റാണ്ടിലെ ആദ്യത്തെ വിദ്യാഭ്യാസ നയമാണ്. പേജ് 3 പറയുകയാണ്, ഇന്ത്യയുടെ പാരമ്പര്യത്തിനും മൂല്യങ്ങൾക്കും ചേർന്ന് പോകുന്ന രീതിയിൽ 21ാം നൂറ്റാണ്ടിലെ സുസ്ഥിര വികസനം ഉറപ്പുവരുത്തുന്നതിന് വിദ്യാഭ്യാസത്തിന്റെ ഘടന, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നിയന്ത്രണം, ഏകോപനം ഇവയൊക്കെ പുനഃപരിശോധിക്കുകയും നവീകരിക്കുകയും ഈ നയം ലക്ഷ്യം വെക്കുന്നു. ഫാസിസ്റ്റുകൾ എല്ലാ കാലത്തും ചെയ്തത് വിദ്യാഭ്യാസത്തിനെ, അതിന്റെ ഘടനയെയും ഉള്ളടക്കത്തെ മാറ്റി എഴുതുക എന്നുള്ളതാണ്. ഘടന തകർക്കുക, ഉള്ളടക്കം മാറ്റുക. അപ്പൊ ഇതിൽ പറയുന്നു, വിദ്യാഭ്യാസത്തിന്റെ ഘടന, നിയന്ത്രണം, ഏകോപനം ഇവയൊക്കെ പുനഃപരിശോധിക്കുകയും നവീകരിക്കുകയുമാണ് ഈ നയത്തിന്റെ ലക്ഷ്യമെന്ന് ആദ്യം തന്നെ പറഞ്ഞു വെച്ചിരിക്കുന്നു. ആര് നിശ്ചയിക്കുന്നു? ഇന്ത്യയുടെ പാരമ്പര്യം ആരെ നിശ്ചയിക്കുന്നു എന്നുള്ളത് നമ്മൾ അറിയേണ്ടത്. പേജ് 4 പറയുന്നു, പുരാതന ഇന്ത്യയിലെ ലോകോത്തര സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞ് സ്കൂൾ ഉന്നത വിദ്യാഭ്യാസ മേഖല ഇതിന്റെ ആമുഖത്തിൽ പറയുന്നു. നാളന്ദ, തക്ഷശില, വല്ലഭി തുടങ്ങിയിട്ടുള്ള ഒരുപാട് സർവകലാശാലകളെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നീട് ഇന്ത്യയിലെ അതിപ്രശസ്തരായിട്ടുള്ള പണ്ഡിതന്മാരെ കുറിച്ച് പറഞ്ഞു. ചാണക്യൻ അത് തുടങ്ങിയിട്ടുള്ള ഒരുപാട് പണ്ഡിതന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. ഭാസ്കരാചാര്യ, ആര്യഭട തുടങ്ങിയിട്ട്. എന്നാൽ ഈ റിപ്പോർട്ടിൽ എവിടെയും നമുക്ക് സ്വതന്ത്ര ഇന്ത്യയിലെ സവിശേഷമായിട്ട് ഏതെങ്കിലും ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ യൂണിവേഴ്സിറ്റിയുടെ പേര് കാണാൻ പറ്റില്ല. മാത്രമല്ല, സ്വതന്ത്ര ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു മഹാന്റെ പേര് ഈ റിപ്പോർട്ടിൽ കാണാൻ പറ്റില്ല. രാഷ്ട്രപിതാവിന്റെ പേര് കാണാൻ പറ്റില്ല. ഇതിനകത്ത് ഒരുപാട് പിങ്കള ഉൾപ്പെടെ ആര്യഭട, വരാഹമിഹിരൻ ഒരുപാട് ആളുകളെ, ഇന്ത്യയിലെ പ്രഗത്ഭരായിട്ടുള്ള പണ്ഡിതന്മാരെ പേര് പറയുമ്പോഴും ഇതിനകത്ത് സ്വതന്ത്ര ഇന്ത്യയിൽ നമുക്ക് ഏതെങ്കിലും എടുത്തു പറയാൻ വേണ്ടി പറ്റുന്ന നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേര് പരാമർശിച്ചിട്ടില്ല. ഔദ്യോഗിക തലങ്ങളിൽ വിലസിയിട്ടുള്ള രാജ്യതന്ത്രജ്ഞന്മാരുടെ അല്ലെങ്കിൽ ഏതെങ്കിലും എഞ്ചിനീയറിംഗ് വിദ്യയിലോ അല്ലെങ്കിൽ അതുപോലെ എഞ്ചിനീയറിംഗ് മേഖലയിലോ അല്ലെങ്കിൽ മെഡിക്കൽ മേഖലയിലോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖല, അധ്യാപന മേഖലയിലോ മികവുറ്റ ഒരാളെ പേര് പോലും ഇതിൽ പരാമർശിച്ചിട്ടില്ല. ഒരുപക്ഷെ നമ്മുടെ മിസൈൽ മാൻ എന്ന് അറിയപ്പെടുന്ന അബ്ദുൽ കലാമിന്റെ പേരോ അല്ലെങ്കിൽ ഏറ്റവും എളിയ നിലയിൽ നിന്ന് ഇന്ത്യയുടെ രാഷ്ട്രപിതാവായിട്ടുള്ള KR നാരായണന്റെ പേരോ പരാമർശിച്ചില്ല. അത്തരം പേരുകൾ ഒന്നും പരാമർശിച്ചിട്ടില്ല. പുരാതനമായിട്ടുള്ള കുറെ പേരുകളെ വെച്ചുകൊണ്ട് ഇതിന്റെ അകത്ത് ഈ റിപ്പോർട്ട് കടന്നു പോവുകയാണ്. ഇവിടെ ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തില് ഇന്ത്യൻ സംസ്കാരത്തിനും തത്വശാസ്ത്രത്തിനും ലോകത്തിനു മുകളിൽ വലിയ സ്വാധീനമാണുള്ളത്. സമ്പന്നമായ പാരമ്പര്യവും പൈതൃകവും പരിപോഷിപ്പിച്ചാൽ പോരാ, വരും തലമുറക്കായി കാത്തു സൂക്ഷിക്കുകയും പുതിയ വിദ്യാഭ്യാസ സമ്പ്രദായത്തിനായി ഗവേഷണ വിഷയമായി ഉയർത്തപ്പെടുകയും വേണം. ഇന്ത്യയുടെ സംസ്കാരവും പാരമ്പര്യവും ഗവേഷണ വിഷയമായി ഉയർത്തപ്പെടണം. ഇത് ഉന്നത വിദ്യാഭ്യാസ മേഖല ഗവേഷണം എന്ന് പറയുമ്പോൾ ഗവേഷണ വിഷയം എന്തായിരിക്കും എന്ന് ഏറെക്കുറെ പരാമർശിച്ചു പോയിട്ടുണ്ട്. ഗവേഷണ വിഷയം ആരെ നിശ്ചയിക്കുന്നു എന്ന് ഉൾപ്പെടെ. അപ്പോൾ ഇന്ത്യയുടെ സംസ്കാരത്തിന്റെ മഹത്വമാണ് ഗവേഷണത്തിനടക്കം പരിഗണിക്കപ്പെട്ടതെന്ന് ആമുഖത്തിൽ പറഞ്ഞു വയ്ക്കുകയാണ്. ഈ നയം അധ്യാപക മേഖല വെരി ബെസ്റ്റ് ആൻഡ് ബ്രൈറ്റസ്റ്റ് ടീച്ചർമാരെ റിക്രൂട്ട് ചെയ്യാൻ സഹായിച്ചിരിക്കണം. അവർക്ക് അന്തസ്സും പദവിയും ചലനാത്മകതയും സ്വയം പര്യാപ്തതയും ഉറപ്പുവരുത്തുന്നതും അതേസമയം
ഗുണമേന്മ നിയന്ത്രണവും ഉത്തരവാദിത്വവും ഉറപ്പാക്കുന്നതും ഉള്ള മാർഗങ്ങളും ഈ സമ്പ്രദായം ശക്തിപ്പെടുത്തും. അപ്പോ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ മാത്രമല്ല കാര്യം പറഞ്ഞത്, ഹയർ എഡ്യൂക്കേഷനിലും അധ്യാപകരുടെ വലിയ മഹത്വമൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിന് അവർക്ക് വളരെ കർശനമായിട്ട് നിയന്ത്രണ സംവിധാനം ഉണ്ടാവും എന്നും പറയുന്നു. ദേശീയ വിദ്യാഭ്യാസ 86-92 പൂർത്തിയാക്കാത്ത അജണ്ടകൾ ഈ നയം പരിഗണിക്കുന്നു. പേജ് 5 പറയുന്നു, വിദ്യാഭ്യാസത്തിന്റെ എല്ലാ തലങ്ങളിലും എല്ലാ സ്ഥാപനങ്ങളിലും പഴുതടച്ച ഏകീകരണവും ഏകോപനവും നടപ്പിലാക്കുന്നു. വിദ്യാലയങ്ങളുടെ ഏകീകരണം ഉണ്ടാവും, വിദ്യാലയങ്ങളുടെ ഏകോപനം ഉണ്ടാവും, കോളേജുകളുടെ ഏകോപനം ഉണ്ടാവും. എങ്ങനെ, അത് ഏത് രീതിയിൽ നഷ്ടമുണ്ടാകും എന്ന് പറഞ്ഞ് അതുകൂടി ആമുഖത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാല് ആമുഖത്തിൽ മറ്റു കാര്യം കൂടി പറഞ്ഞിരിക്കുന്നു. ആമുഖത്തിൽ ഇന്ത്യയിലെ സത്യം, അഹിംസ തുടങ്ങിയ മൂല്യങ്ങളെ കുറിച്ചൊക്കെ വല്ലാണ്ട് പറയുന്നുണ്ട്. എന്നാൽ 22ഓളം മൂല്യങ്ങൾ ഇതിൽ പറഞ്ഞിട്ട് സോഷ്യലിസം, മതേതരത്വം, ജനാധിപത്യം എന്നീ മൂല്യങ്ങൾ മിണ്ടിയിട്ടേയില്ല. 22ഓളം മൂല്യങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ ഈ 3 മൂല്യങ്ങളും ബോധപൂർവം, സോഷ്യലിസം, മതേതരത്വം, ജനാധിപത്യം, ബോധപൂർവം ഈ റിപ്പോർട്ടിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. എ ലൈറ്റ് ബട്ട് ടൈറ്റ് നിയന്ത്രണ സംവിധാന ചട്ടക്കൂടുണ്ടാവും. എ ലൈറ്റ്, അയവേറിയതും എന്നാൽ കർക്കശമായി. ഇത് 2-3 സ്ഥലത്ത് കാണുന്നുണ്ട്. ഇത് അധ്യാപകരുടെ നിയന്ത്രണം സംബന്ധിച്ച് പറയുന്നുണ്ട്. ലൈറ്റ് ബട്ട് ടൈറ്റ്, നമ്മൾ പറഞ്ഞില്ലേ മെലിഞ്ഞ് തടിച്ച എന്ന് പറയുന്ന കാര്യമാണ്. അയവേറിയതും എന്നാൽ കർക്കശമായതും നിയന്ത്രണ സംവിധാനം ഉണ്ടാവും. ഇതിന്റെ നിയന്ത്രണ സംവിധാനം കേന്ദ്രത്തിനാണ്. വിദ്യാഭ്യാസത്തിന്റെ മുഴുവൻ നിയന്ത്രണ സംവിധാനം കേന്ദ്രം. അപ്പൊ കേന്ദ്രീകരണം ഒരു സ്ഥലത്ത് എത്തിപ്പെടുമ്പോൾ ലൈറ്റായിട്ട് അയവേറിയതും എന്നാൽ കർക്കശമായതുമായ നിയന്ത്രണ സംവിധാനത്തിലേക്ക് ഇത് കൊണ്ടുപോവുകയാണെന്ന് അർത്ഥം. തിളങ്ങുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം കെട്ടിപ്പടുക്കാൻ സുസ്ഥിര നിക്ഷേപത്തിന് ശരിയായ പ്രൈവറ്റ് ഫിലാന്ത്രപ്പിക് സംഘടനകളുടെ സാമൂഹ്യ പങ്കാളിത്തവും പ്രോത്സാഹിപ്പിക്കും. പറഞ്ഞ സുസ്ഥിരമായിട്ടുള്ള തിളങ്ങുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി പ്രൈവറ്റ് ഫിലാന്ത്രപ്പിക് സംഘങ്ങളുടെ സേവനം പ്രോത്സാഹിപ്പിക്കപ്പെടുമെന്ന് ഇതിന്റെ ആമുഖത്തിൽ പറയുന്നു. ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്: സസ്റ്റൈനബിൾ ഇൻവെസ്റ്റ്മെന്റ് ഇൻ എ സ്ട്രോങ് വൈബ്രന്റ് പബ്ലിക് എഡ്യൂക്കേഷൻ സിസ്റ്റം as well as the encouragement and facilitation of true philanthropic private and community and participation. ഇങ്ങനെ ഇംഗ്ലീഷിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ നയം ഫിലാന്ത്രഫിക് എന്ന് പറയുമ്പോൾ, പ്രൈവറ്റ് ഫിലാന്ത്രഫിക് എന്ന് പറയുമ്പോൾ, ഞാൻ ഫിലാന്ത്രഫിക്കിന്റെ ഒരു സ്വഭാവം നേരെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിന് പ്രോത്സാഹിക്കപ്പെടുമ്പോൾ ഒരേ സമയത്ത് വർഗീയവൽക്കരണത്തിനും അതുപോലെ തന്നെ സ്വകാര്യവൽക്കരണത്തിനും ഈ നയം ലക്ഷ്യം വെക്കുന്നു എന്നർത്ഥം. ഇതാണ് ഇത്രയും കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ ഇതിന്റെ ആമുഖമാണ്. ഈ ആമുഖത്തിൽ തന്നെ ഈ വിദ്യാഭ്യാസ നയം എങ്ങനെയാണ് വികസിക്കുന്നത് എന്ന് സൂചിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഏതേത് രീതിയിലായിരിക്കും വിദ്യാഭ്യാസത്തിന്റെ നയത്തിന്റെ വികാസം എന്നുള്ളത്. അതിൽ ആദ്യത്തെ പാർട്ട് സ്കൂൾ എഡ്യൂക്കേഷനാണ്. ഇവിടെ 8 അധ്യായങ്ങളാണ് ഇതിനകത്തുള്ളത്. ഒന്നാമത്തെ അധ്യായത്തിൽ ഏർലി ചൈൽഡ് കെയർ എഡ്യൂക്കേഷൻ, പ്രീ പ്രൈമറി വിദ്യാഭ്യാസവും 2ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസമാണ് വരുന്നത്. ഇവിടെ 10+2 ഘടന മാറ്റി 5+3+3+4 എന്ന ഘടനയൊക്കെ പറയുന്നുണ്ട്. വിശദമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ അതിലേക്ക് പോകുന്നില്ല. ചുരുക്കി നമുക്ക് സമയം കുറവായതുകൊണ്ടും പരിമിത സമയത്തിൽ നിർത്തേണ്ടതുകൊണ്ടും ചുരുക്കി പറയുകയാണ്. ഈ ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞാൽ 1-2 ക്ലാസ്സുകൾ ഉൾപ്പെടുന്നു. 5 വർഷത്തെ ഫൗണ്ടേഷൻ സ്റ്റേജ് ആണ്. നമ്മുടെ അംഗൻവാടി വിദ്യാഭ്യാസം, പ്രീ പ്രൈമറി വിദ്യാഭ്യാസം 2ാം ക്ലാസ് വരെ. 8 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഒരു നാഷണൽ കരിക്കുലം 2 ഫ്രെയിം വർക്കുകളായി ഉണ്ടാകുമെന്ന് പറയുന്നു. ദേശീയ കരിക്കുലം 8 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്. അതിനകത്ത് 0 മുതൽ 3 വയസ്സ് വരെയുള്ള സബ് ഫ്രെയിം വർക്കും 3 മുതൽ 8 വയസ്സുള്ള സബ് ഫ്രെയിം വർക്ക് 2, 2 സബ് ഫ്രെയിം വർക്കുകളാണ് പറയുന്നത്. ഇത് ഈ ഇളം പ്രായത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള സാധനമാണ്. ഇത് രാജ്യത്ത് ആകമാനം ഒന്നാണ്. ഇവിടെ പ്രത്യേകിച്ച് പറഞ്ഞത് NCERT ആണ് തയ്യാറാക്കുന്നത്. ഈ വൈവിധ്യമുള്ള രാജ്യത്ത് വളരെ സവിശേഷമായിട്ടുള്ള ജനവിഭാഗങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ ജീവിക്കുന്ന ഒരു രാജ്യത്ത് ചെറിയ കുട്ടികൾക്ക് വേണ്ടിയുള്ള കരിക്കുലവും അതിന്റെ പെഡഗോഗി തയ്യാറാക്കുന്നത് NCERT ആണ്. SCERT-ക്കല്ല അതിന്റെ ചുമതല, NCERT നിശ്ചയിക്കുന്ന പറയുന്നത്. എന്ന് പറഞ്ഞാല് മാത്രമല്ല, ഇതിൽ ഒന്നുകൂടി പറയുന്നു, ഈ ഏർലി ചൈൽഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ നേരത്തെയുള്ള 8 വയസ്സിന് മുമ്പുള്ള വിദ്യാഭ്യാസം, 8 വയസ്സിലുള്ള വിദ്യാഭ്യാസത്തിന് ശേഷം വിദ്യാഭ്യാസം ചിലപ്പോൾ വേണമെന്നുണ്ടല്ലോ, സ്കൂളിൽ കൊണ്ടുവരില്ല. അത് പിന്നീട് പറയുന്നുണ്ട്. കാരണം 3ാം ക്ലാസ്സിൽ ഓപ്പൺ സ്കൂൾ വഴി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നവരുണ്ട്. അപ്പോ ഇതെല്ലാവർക്കും കൊടുക്കേണ്ടി വരും. അതിന്റെ കാര്യം ഇത് ഈ ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ECCE എന്ന് പറഞ്ഞ ഫൗണ്ടേഷണൽ വിദ്യാഭ്യാസം ആശ്രമശാലകൾ വഴി നടത്താം. നമ്മുടെ നാട്ടിലെ സാധനം ഇല്ലാന്നുണ്ടാ. ഇന്ത്യയിൽ ഒരുപാട് ആശ്രമശാലകൾ ഇപ്പോഴുണ്ട്, ഒരുപാട്.
അതുപോലെ തന്നെ ട്രൈബൽ ഏരിയയിൽ ആൾട്ടർനേറ്റ് എഡ്യൂക്കേഷൻ, ആൾട്ടർനേറ്റ് സ്കൂളിംഗ്. ഈ ആൾട്ടർനേറ്റ് സ്കൂളിംഗ് ആണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള പ്രൈവറ്റ് ഫിലാന്ത്രഫിക് സ്കൂൾ. ഏകൽ വിദ്യാലയങ്ങൾ, അതുപോലെ തന്നെ വനവാസി വിദ്യാലയങ്ങൾ, ലക്ഷക്കണക്കിന് ഞാൻ നേരെ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആൾട്ടർനേറ്റ് സ്കൂളുകൾ വഴി ട്രൈബൽ മേഖലയിൽ ഇത് നടപ്പിലാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാര്യം വ്യക്തമല്ലേ? 8 വയസ്സിന് മുമ്പേ തന്നെ NCERT തയ്യാറാക്കുന്ന ഒരു കരിക്കുലം പാഠ്യപദ്ധതി വെച്ചുകൊണ്ട് ആശ്രമശാലകൾ വഴി, അതുപോലെ തന്നെ ബദൽ സ്കൂളുകൾ വഴി ഇത് നടപ്പിലാക്കുമ്പോൾ നമ്മുടെ കേരളത്തിനെ മാറ്റി നിർത്തി ചിന്തിച്ചാൽ നമുക്കൊന്നുകൂടി വ്യക്തമാണ്. ഇത് ക്യാച്ച് ദം യങ് എന്ന് പറയുന്ന ഒരു ഫാസിസ്റ്റ് നയത്തിന് അനുസൃതമായി ചെറുപ്പത്തിൽ തന്നെ ഇതിന്റെ പാഠ്യപദ്ധതിയും പെഡഗോഗിയും തീരുമാനിക്കപ്പെടുന്നത് കേന്ദ്രീകരണം ഇവിടെ തുടങ്ങുന്നു എന്നർത്ഥം. ഏർലി ചൈൽഡ്ഹുഡ് കെയർ തുടങ്ങുന്നു. രണ്ടാമത്തത് ഈ സ്കൂൾ എഡ്യൂക്കേഷൻ, രണ്ടാമത് ഫൗണ്ടേഷണൽ ലിറ്ററസി ആൻഡ് ന്യൂമറസി എന്ന ചാപ്റ്ററാണ്. അടിസ്ഥാന സാക്ഷരതയും സംഖ്യാബോധവും. ഇതിൽ ഇങ്ങനെ പറയുന്നു, വിവിധ സർക്കാർ NGOകൾ ഇതിനകം നടത്തിയ സർവേകൾ നമ്മുടെ രാജ്യം ഒരു പഠന പ്രതിസന്ധിയിലാണ് എന്ന് സൂചിപ്പിക്കുക. ലേണിംഗ് ക്രൈസിസ് എന്ന വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എലിമെന്ററിയിൽ 8ാം ക്ലാസ് വരെ നമുക്ക് മനസ്സിലാക്കാൻ വേണമെങ്കിൽ എലിമെന്ററിൽ 5 കോടിയിലധികം കുട്ടികൾക്ക് അടിസ്ഥാന ഭാഷാശേഷിയും ഗണിതശേഷിയും ഇല്ല എന്ന് പറയുന്നു. 5 കോടിയിലധികം കുട്ടികൾക്ക് ഭാഷാശേഷി ഇല്ല എന്ന് പറയുമ്പോൾ നമുക്ക് കാര്യം വ്യക്തമാണ്. അപ്പൊ അത്തരം സ്ഥാപനങ്ങൾ വേണ്ടിയുള്ള അല്ലാത്ത അല്ലാത്ത കുറവുണ്ട് അല്ലാത്ത. ഇതിന് 1-on-1 പിയർ ട്യൂട്ടറിംഗ് നല്ലതാണെന്ന് ലോകത്ത് നടന്ന പഠനങ്ങൾ തെളിയിച്ചു. ഒരു കുട്ടി തന്നെ മറ്റൊരു കുട്ടീനെ പഠിപ്പിക്കും. പിയർ ട്യൂട്ടറിംഗ് ആണ്, സഹപാഠികൾ പരസ്പരം പറഞ്ഞു പഠിപ്പിക്കുന്ന രീതിയിൽ. ആ കുട്ടിക്ക് നല്ലതാണ്, പഠിതാവിനും പഠിപ്പിക്കുന്നവർക്ക് നല്ലതാണെന്നാണ് പഠനങ്ങൾ എന്ന് പറയുന്നത്. 2025ഓടെ 3ാം ക്ലാസ്സിൽ എത്തുമ്പോഴേക്കും എല്ലാ കുട്ടികൾക്കും ഈ അടിസ്ഥാന സാക്ഷരതയും ഗണിതവും ഉറപ്പുവരുത്തണം. ഈ വലിയ ദൗത്യം പൂർത്തിയാക്കുന്നതിന് പ്രാദേശികമായ വളണ്ടിയർമാരെ നിശ്ചയിക്കാം എന്ന് പറഞ്ഞാൽ ഈ വലിയ ദൗത്യം പറഞ്ഞാൽ പ്രാദേശികമായിട്ട് മാഷന്മാരെ കൊള്ളൂല എന്നല്ലേ അർത്ഥം. വളണ്ടിയർമാരെ നിശ്ചയിക്കാം ഈ ദൗത്യം പൂർത്തിയാക്കുന്നതിന് വേണ്ടി. അധ്യാപകന്മാരുടെ ശരിയാവുന്നില്ല, അധ്യാപകനേക്കാൾ കഴിവുള്ള ആളുകൾ എന്നോട് പറയുന്നു. എന്തോട്ടെ, അതിനെപ്പറ്റി ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല. രണ്ടാമത്തെ ചാപ്റ്ററിന്റെ ഒരു ചുരുക്കമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ അകത്തുള്ള ഏറ്റവും എടുത്തു പറയത്തക്ക ചില കാര്യങ്ങൾ. മൂന്നാമത്തത് കൊഴിഞ്ഞു പോക്ക് നിർത്തുന്നതിന് ബന്ധപ്പെട്ട കേർട്ടൈലിംഗ് ഡ്രോപ്പ് ഔട്ട് റേറ്റ്സ് ആണ്. ഇതില് സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ വിവിധ ഘട്ടങ്ങളിലെ കൊഴിഞ്ഞു പോക്കിന്റെ നിരക്ക് പറഞ്ഞിട്ടുണ്ട്. അത് പരിഹരിക്കാനുള്ള മാർഗങ്ങളെ കുറിച്ച് വളരെ വിശദമായിട്ട് നിർദ്ദേശിക്കുന്നുണ്ട്. പരിഹരിക്കപ്പെടേണ്ടത് തന്നെ ആവശ്യമായിടങ്ങളിൽ പൊതുസമൂഹത്തിന്റെ കൂടി പങ്കാളിത്തത്തോടെ ബദൽ വിദ്യാ കേന്ദ്രങ്ങൾ ആരംഭിച്ച് അതിഥി തൊഴിലാളികളുടെ മക്കൾക്ക് കൂടി വിദ്യാഭ്യാസം നൽകാൻ പറയുന്നു. അവിടെയും ബദൽ സ്കൂളിനെ പറ്റി പറയുന്നുണ്ട്. ബദൽ സ്കൂൾ എന്ന ആശയം വീണ്ടും വെക്കുകയാണ്. ആൾട്ടർനേറ്റ് സ്കൂളിംഗ് എന്ന ആശയം. ആൾട്ടർനേറ്റ് സ്കൂളിംഗിൽ ആമുഖത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ പേജ് 11 3ാമത്തെ 6ാമത്തെ ഖണ്ഡികയിൽ പറഞ്ഞു, ഈ ആവശ്യത്തിലേക്കായി ഈ ബദൽ സ്കൂളുകൾക്കായി സർക്കാർ NGO ഫിലാന്ത്രഫിക് സംഘങ്ങളെ സ്കൂളുകൾ തുടങ്ങാനും ബദൽ വിദ്യാഭ്യാസം നൽകാനും അനുവദിക്കും. ഔപചാരിക പഠനം ഇവിടെ ഇല്ലാതാക്കുന്നതിൽ നിർദ്ദേശങ്ങൾ കാണാം നമുക്ക്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്റ്റഡീസ് ആൻഡ് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് NIOS ആൻഡ് SIOS വഴി 3, 5, 8 ക്ലാസുകൾക്ക് തുല്യമായ ഓപ്പൺ സ്കൂളുകൾ വഴി A-B-C സർട്ടിഫിക്കറ്റുകളും 10, 12 തുല്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകളും നൽകും. അതാണ് ഞാൻ പറഞ്ഞത്. 8ാം ക്ലാസ് കഴിഞ്ഞാൽ 3ാം ക്ലാസ്സിലേക്ക് ഇക്വലന്റ് സർട്ടിഫിക്കറ്റ് കൊടുക്കും. ഇക്വലന്റ് സർട്ടിഫിക്കറ്റ് തന്നെ പ്രത്യേകം പറഞ്ഞിരിക്കുന്നു. കുട്ടി 3ാം ക്ലാസ് പോകണമെന്നില്ല, ഈ ഓപ്പൺ സ്കൂളിംഗ് വഴി കുട്ടിക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കും. സ്റ്റേറ്റിന് സെൻട്രൽ ഗവൺമെന്റിനും അതിന്റെ സംവിധാനമുണ്ട്. 10, 12 വരെ. അപ്പോൾ പ്രാഥമിക വിദ്യാഭ്യാസം വേണമെങ്കിൽ 2ാം ക്ലാസ് കഴിഞ്ഞിട്ടാണ് വേണമെങ്കിൽ നിർത്താം. സർട്ടിഫിക്കറ്റ് പിന്നീടും സംഘടിപ്പിക്കാനുള്ള സംവിധാനമുണ്ട്. എന്നാൽ ഔപചാരിക പഠനം വേണ്ട എന്നുള്ള ഒരു സന്ദേശം ഇതിൻ്റെ അകത്ത് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ 4ാമത്തെ ചാപ്റ്റർ ഇതിൻ്റെ അകത്ത് കരിക്കുലം ആൻഡ് പെഡഗോഗിയാണ്. പാഠ്യപദ്ധതിയും ബോധന സമ്പ്രദായമാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചിട്ട് 5+3+3+4 ഘടനയെക്കുറിച്ച് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. ആ കാര്യങ്ങൾ പല വെബിനാറിലും പറഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. 10ാം ക്ലാസ് കഴിഞ്ഞ് ഒരു കുട്ടിക്ക് പുറത്തുപോയി 11, 12 പുനഃപ്രവേശനം നേടണം എന്ന് പറയുന്നു. എക്സിറ്റ് ആൻഡ് റീ എൻട്രി ആണ്. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് എക്സിറ്റ് ചെയ്യണം, എന്നിട്ട് 11, 12 വീണ്ടും അപേക്ഷ കൊടുത്ത് റീ എൻട്രി നടത്തണമെന്ന് പറയുന്നു. കുട്ടികൾക്ക് സെക്കൻഡറി തലത്തിൽ ഇഷ്ടാനുസരണം കോഴ്സുകളും വിഷയങ്ങളും തിരഞ്ഞെടുക്കാമെന്നും ഇതിൽ പറയുന്നുണ്ട്. ഈ ഭാഗത്ത് ഏറ്റവും വളരെ അപകടകരമായിട്ട് തോന്നുന്ന ഭാഷയുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. അപകടകരം അല്ലെങ്കിൽ വളരെ ആസൂത്രിതമായിട്ട് നടന്നിട്ടുള്ള ഒരു വ്യാഖ്യാനം ഭാഷയെ സംബന്ധിച്ചാണ്. ഭാഷ, മൾട്ടി ലിംഗ്വലിസം ആൻഡ് പവർ ഓഫ് ലാംഗ്വേജ്, ഭാഷയുടെ ഒരു ശക്തി.
ഇവിടെ പറഞ്ഞു. ഇവിടെ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ കാണാം നമുക്ക്. 5 ക്ലാസ് വരെ മാതൃഭാഷയിൽ പഠിക്കണമെന്ന്, പറ്റുമെങ്കിൽ 8ാം ക്ലാസ് വരെ നല്ലതാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ കാണുന്ന വൈരുദ്ധ്യങ്ങൾ വളരെ വലുതാണ് ഈ മേഖലയിൽ. ഈ ഭാഷയുമായി ബന്ധപ്പെട്ട് പറയുന്നതും പിന്നെ മനസ്സിലാക്കുന്നതും തമ്മിൽ വലിയ ഒരു പൊരുത്തക്കെട്ട് നമുക്ക് ഫീൽ ചെയ്യും. ത്രിഭാഷാ പദ്ധതി തുടരും എന്ന് പറയുന്നു. ഇവ സംസ്ഥാനങ്ങൾ തീരുമാനിക്കാം. എന്നാൽ ഒരു സംസ്ഥാനത്തിന് പോലും ഇത് അടിച്ചേൽപ്പിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. 3 ഭാഷ നേരത്തെ തുടരുന്നത് തന്നെ. ഇതിൽ 2 ഇന്ത്യയിലെ ഭാഷകളായിരിക്കണം. ഭരണഘടന 8ാം ഷെഡ്യൂളിലെ ഭാഷകൾ, അതാണ് ഇന്ത്യൻ ഭാഷകൾ. 8ാം ഷെഡ്യൂളിൽ 22 ഭാഷകളാണുള്ളത്. നമുക്കറിയാം 8ാം ഷെഡ്യൂളിലെ ഭാഷകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 22 ഭാഷകൾ. ആ 22 ഭാഷകളിലാണ് ഇന്ത്യൻ ഷെഡ്യൂളിലെ ഇന്ത്യൻ ഭരണ 8ാം ഷെഡ്യൂളിലെ ഭാഷകളിൽ 2 പിടിച്ചിരിക്കണം. ഇവയിൽ 1 അതിലധികമോ ഭാഷകൾ മാറണമെങ്കിൽ 6ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ വെച്ച് മാറണം. അപ്പൊ കുട്ടി 2 ഭാഷ ഇന്ത്യൻ ഭാഷ പഠിക്കണം, 1 ഭാഷ ഇന്ത്യൻ ഭാഷ അല്ലാതെ പഠിക്കണം. അത് ഇംഗ്ലീഷാണ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞു വരുന്നുണ്ട്. 6ലോ 7ലോ വെച്ച് കുട്ടിക്ക് ഭാഷ മാറ്റാം. നേരത്തെ പഠിച്ച ഭാഷ വേണമെങ്കിൽ മാറ്റാം. ഈ 2 ഭാഷ വേണമെങ്കിൽ മാറ്റാം. വേറെ 2 ഇന്ത്യൻ ഭാഷ പഠിക്കാം. സയൻസും ഗണിതവും മാതൃവിഷയത്തിലും ഇംഗ്ലീഷിലും കുട്ടിക്ക് ചിന്തിക്കാനും പ്രകടിപ്പിക്കാനും സാധിക്കുന്ന വിധത്തിൽ ദ്വിഭാഷാ ടെക്സ്റ്റ് പുസ്തകങ്ങളും പഠനബോധന സാമഗ്രികളും ഉണ്ടാക്കാം. അപ്പൊ 2 ഭാഷയിൽ ഇംഗ്ലീഷും സയൻസും ഗണിതവും പഠിക്കണം. അതിനകത്ത് 2 ഭാഷ ഇംഗ്ലീഷാണ്. അപ്പൊ ഇംഗ്ലീഷിന് മാതൃഭാഷയായിരുന്നു. അപ്പൊ 2 ഭാഷയായി. 1 ഭാഷ ഇംഗ്ലീഷാണ്, ഫോറിൻ ലാംഗ്വേജ്. അപ്പൊ 22 ഭാഷകളിൽ 2 ഇന്ത്യൻ ഭാഷ. അപ്പൊ ഫോറിൻ ലാംഗ്വേജ്. അപ്പൊ അറബിയില്ല. ഇന്ത്യൻ ഭാഷകളിൽ ഭരണഘടനയുടെ 8ാം ഷെഡ്യൂളിൽ 22 ഭാഷകളിൽ അറബിയില്ല. അപ്പൊ അറബി എന്ന ഭാഷയെ പറ്റി ഈ റിപ്പോർട്ടിൽ എവിടെയും പറഞ്ഞില്ല. അറബി എന്ന ഭാഷ പറയാതെ തന്നെ അറബി ഭാഷ പഠനം ഇല്ലാതായി നടത്താം. അപ്പൊ 1 ഭാഷ ഇംഗ്ലീഷ്, മറ്റ് മാതൃഭാഷ ഉറപ്പായി എന്ന് പറയുമ്പോൾ ഏത് ഭാഷ പുറന്തള്ളപ്പെടുന്നു എന്നുള്ള കാര്യം കൂടി വ്യക്തമായല്ലോ. ഇന്ത്യൻ ഭാഷകളുടെ മഹത്വം വളരെ വിശദമായിട്ട് ഈ റിപ്പോർട്ടിൽ ഈ ഭാഗത്ത് പ്രതിപാദിക്കുന്നുണ്ട്. ലോകത്തിൽ വെച്ച് തന്നെ ഏറ്റവും ശ്രേഷ്ഠമായത് ഇന്ത്യൻ ഭാഷകളാണ് എന്ന് ഈ റിപ്പോർട്ട് വിശദീകരിക്കുന്നു. പേജ് 14 4ാമത്തെ ചാപ്റ്ററിൽ 16ാമത്തെ പാരഗ്രാഫില് രാജ്യത്തെ എല്ലാ കുട്ടികളും ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്ന സംരംഭത്തിന്റെ ഭാഗമായി 6 മുതൽ 8 വരെ ക്ലാസ്സുകളിൽ ഇന്ത്യയിലെ ഭാഷകൾ എന്ന ഒരു ഫണ്ട് പ്രോജക്റ്റിൽ പങ്കെടുത്തിരിക്കണം. 6 മുതൽ 8 വരെ ക്ലാസ്സുകൾ. ഫണ്ട് പ്രോജക്ട് എന്ന് പറയുന്നത് ഈ പ്രോജക്റ്റിന് വിലയിരുത്തലില്ല. അതാണ് ഫണ്ട് പ്രോജക്ട്. അതുവഴി ഇന്ത്യയിലെ പ്രധാന ഭാഷകളുടെ ഒക്കെ പദാവലികൾക്ക് സംസ്കൃതവും മറ്റ് ഇന്ത്യയിലെ ശ്രേഷ്ഠ ഭാഷകൾ തമ്മിലുള്ള ബന്ധം തിരിച്ചറിയാൻ. എന്തൊക്കെ ശ്രേഷ്ഠ ഭാഷ? ഇന്ത്യയിലെ ശ്രേഷ്ഠ ഭാഷ ക്ലാസിക്കൽ ലാംഗ്വേജ്. സംസ്കൃതത്തിനോടും ഇന്ത്യയിലെ മറ്റ് ക്ലാസിക്കൽ ലാംഗ്വേജസിനോടും ഈ ഭാഷകൾ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പഠിക്കാൻ വേണ്ടിയാണ് 6 മുതൽ 8 വരെ ക്ലാസ്സുകളിലെ ഫണ്ട് പ്രൊജക്ട്. എന്തൊക്കെയാണ് ക്ലാസിക്കൽ ലാംഗ്വേജസ്? ഇന്ത്യയിൽ 6 ക്ലാസിക്കൽ ഭാഷകളാണ് ഇതുവരെ ഉള്ളത്. ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ 1 തമിഴാണ്. 2004 അതിന് ക്ലാസിക്കൽ പദവി കിട്ടുന്നത്. സംസ്കൃതത്തിന് 2005 മറ്റൊന്ന് തെലുങ്ക് 2008, കന്നഡയിൽ 2008, മലയാളം 2013, ഒഡിയ 2014. ഇങ്ങനെ 6 ക്ലാസിക്കൽ ഭാഷകളാണ്. ഈ 6 ക്ലാസിക്കൽ ഭാഷകളാല് സംസ്കൃതത്തോടോ മറ്റേതെങ്കിലും ക്ലാസിക്കൽ ഭാഷയോടോ എങ്ങനെ എല്ലാ ഭാഷകളും ബന്ധപ്പെട്ടിരിക്കുന്നു? സ്വാഭാവികമായിട്ടും നമ്മളെ ഇവിടെ മലയാളത്തിലൂടെ എങ്ങനെ മറ്റ് ക്ലാസിക്കൽ ഭാഷകൾ ബന്ധപ്പെട്ടുമല്ല നമുക്ക് പഠിക്കാൻ പറ്റും. ഭാഷകളെ കുറിച്ചുള്ള പഠനത്തിൽ മലയാളത്തിൽ ബന്ധപ്പെടുത്തത് നേരത്തെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ പിന്നെ ഹിന്ദി മേഖലയിൽ ചില സമയം ഒരു ഇന്ത്യയിലെ 8ാം ഷെഡ്യൂളിലെ ഭാഷയാണ് ഹിന്ദി. ഹിന്ദി പഠിക്കുന്ന മേഖലയിൽ സംസ്കൃതത്തില്ല അന്നേരം ഒരു പ്രാധാന്യം വന്നു കിട്ടും ചില സമയം. അപ്പൊ സംസ്കൃതമായിട്ട് ബന്ധമല്ല. സംസ്കൃതത്തിന് എതിരല്ല നമ്മൾ. പക്ഷെ സംസ്കൃതത്തിനെ വല്ലാണ്ട് പ്രോത്സാഹിപ്പിക്കും. എന്തുകൊണ്ട് സംസ്കൃതം പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു എന്നുള്ളത് റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്താണ് സംസ്കൃതത്തിന്റെ ഒരു അമിത പ്രാധാന്യം എന്നുള്ളത്? സംസ്കൃത അധ്യാപകർ അതിനെ തെറ്റിദ്ധരിക്കേണ്ട, സംസ്കൃതത്തിനെതിരാണ് എന്നെഴുതിക്കേണ്ട. പക്ഷെ സംസ്കൃതത്തിനോട് അമിത പ്രാധാന്യം എങ്ങനെ മതനിരപേക്ഷ വിദ്യാഭ്യാസത്തിന് തടസ്സമാകുന്നു നമുക്ക് കാണേണ്ടതുണ്ട്. ഇന്ത്യയിലെ ക്ലാസിക്കൽ ഭാഷകളുടെ പ്രസക്തിയും പ്രാധാന്യവും അവഗണിക്കപ്പെട്ടുകൂടാ എന്ന് പറയുന്നു. ഭരണഘടനയുടെ 8ാം പട്ടികയിൽ ആധുനിക ഇന്ത്യൻ ഭാഷയായി സംസ്കൃതത്തെ സൂചിപ്പിച്ചിരിക്കുന്നു. ഭരണഘടനയുടെ 8ാം ഷെഡ്യൂളിൽ മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജ് എന്നാണ് സംസ്കൃതം സൂചിപ്പിക്കുന്നത്. ഇത് ഉൾക്കൊള്ളുന്ന ശ്രേഷ്ഠ സാഹിത്യത്തിന്റെ വ്യാപ്തി, സംസ്കൃതത്തിന്റെ ശ്രേഷ്ഠ സാഹിത്യത്തിന്റെ വ്യാപ്തി ലാറ്റിൻ, ഗ്രീക്ക് സാഹിത്യങ്ങൾ ഒരുമിച്ച് ചേർന്നാൽ ഉണ്ടാകുന്നതിനേക്കാൾ അധികമാണ്. സംസ്കൃതത്തിന്റെ മഹാത്മ്യം ഇങ്ങനെ വിശദീകരിക്കുന്നു. അപ്പോ ഗ്രീക്കും ലാറ്റിനും ഒരുമിച്ച് വെച്ചാൽ പോലും സംസ്കൃതത്തിന്റെ സാഹിത്യത്തിലേക്ക് എത്തില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് സംസ്കൃതം
ത്രിഭാഷാ പദ്ധതിയിൽ സ്കൂൾ തലത്തിലും ഉന്നത വിദ്യാഭ്യാസത്തിലും ഒരു പ്രധാനപ്പെട്ട ഓപ്ഷണൽ വിഷയമായിരിക്കും സംസ്കൃതം. ഇങ്ങനെ പറയുന്നു പേജ് 14 ചാപ്റ്റർ 4 17ാമത്തെ ഖണ്ഡിക. സാൻസ്ക്രിറ്റ് ദസ് വിൽ ബി ഓഫേർഡ് അറ്റ് ഓൾ ലെവൽസ് ഓഫ് സ്കൂൾ ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ ആസ് എൻ ഇമ്പോർട്ടന്റ് enriching option for students, including as an option in the 3 language formula എന്ന് പറഞ്ഞു. അതിലിടക്ക് ഈ റിപ്പോർട്ടിന് മാറിയിട്ട് എന്താണ് ശ്രേഷ്ഠ ഭാഷ? 1500 മുതൽ 2000 വർഷം വരെ പഴക്കമുള്ള, കടം കൊള്ളാതെ തനത് പാരമ്പര്യമുള്ള, സമ്പന്നമായ സാംസ്കാരിക പാരമ്പര്യമുള്ള ഭാഷകളാണ് ശ്രേഷ്ഠ ഭാഷകൾ എന്ന് പറയുന്നത്. ശ്രേഷ്ഠ ഭാഷക്ക് തിരഞ്ഞെടുക്കാനുള്ള മാനദണ്ഡത ഒറിജിനൽ ആൻഡ് നോട്ട് ബൊറോഡ് എന്നാണ് പറയുന്നത്. സംസ്കൃതം 2000 വർഷം പഴക്കമുള്ള ഏറ്റവും പുരാതനമായ ഇന്തോ യൂറോപ്യൻ ഭാഷയാണ്. വേദകാലത്ത് ഉണ്ടായതാണിത്. വേദിക സംസ്കൃതം എന്നാണ് ഇതിനെ പറയപ്പെടുന്നത്. വേദങ്ങൾ, ഉപനിഷത്തുക്കൾ രചിക്കപ്പെട്ട ഭാഷ എന്നതാണ് സംഘപരിവാർ കാണുന്ന മഹത്വം ഇതിനപ്പോ. അതാണ് സംസ്കൃതത്തിന്റെ പ്രത്യേകത. വേദകാലത്തുണ്ടായിട്ടുള്ള ഭാഷ. ഇതിനാണ് 8ാം പട്ടികയിൽ ആധുനിക ഭാഷ എന്ന് പറയുന്നത്. സംസ്കൃതം മോഡേൺ ഇന്ത്യൻ ക്ലാസിക്കൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. മോഡേൺ ഏറ്റവും പഴക്കം ചേർന്ന ഭാഷയല്ലേ ഇത് എന്ന് പറയുന്നു. പിന്നെ ഇതില് അപ്പൊ ഇത് വേദങ്ങളും ഉപനിഷത്തും വേദിക സംസ്കൃതമാണ്. വേദങ്ങളും ഉപനിഷത്തുകളും എഴുതപ്പെട്ട ഭാഷ. ഇന്ത്യയിൽ ഏറ്റവും കുറച്ചുപേർ മാത്രം സംസാരിക്കുന്ന ഭാഷയാണ് സംസ്കൃതം. 14,100 പേരാണ് ഇന്ത്യയിൽ സംസ്കൃത ഭാഷ 1ാം ഭാഷയെ സംസാരിക്കുന്നു എന്ന് പറയപ്പെടുന്നു. അതില് ഒഡീഷ, ബൻസ്വാര, ഷിമോഗയുടെ ചില ഭാഗങ്ങൾ മാത്രം. അപ്പൊ ആധുനിക ഭാഷ എന്ന് വിശേഷിപ്പിക്കുമ്പോ ഇത്രയും കുറച്ച് ആളുകളെ ഇത് 1ാം ഭാഷ സംസാരിക്കുന്ന രേഖകൾ പറഞ്ഞു. 14,100 പിന്നെ സംസാരിക്കുന്നുള്ളൂ എന്നാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഹിന്ദു ഒരു മതമല്ല എന്ന് പഠിപ്പിക്കുന്ന സംഘപരിവാറിന് ഭാരതീയ ഇന്ത്യയുടെ സംസ്കാരം എന്ന് പഠിപ്പിക്കുന്ന ഹിന്ദുവാണ് ഭാരതത്തിന്റെ സംസ്കാരം, ഭാരതീയ സംസ്കാരം ഹിന്ദുത്വമാണ് എന്ന് പഠിപ്പിക്കുന്ന സംഘപരിവാറിന് മനുസ്മൃതിയിൽ നിന്നും വേദകാലത്തു നിന്നും കടം കൊണ്ട ഭാഷയെ, മനുസ്മൃതിയുടെയും വേദങ്ങളുടെയും ഭാഷയായിട്ടുള്ള സംസ്കൃതത്തെ കൃത്യമായിട്ട് വിശദീകരിക്കുന്നതിന്റെയും അല്ലെങ്കിൽ മുന്നോട്ട് വെക്കുന്നതിന്റെയും ഒരു ലാക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടതാണ്. 6 മുതൽ 8 വരെ ക്ലാസ്സുകൾ എല്ലാ കുട്ടികളും വർഷത്തിൽ 10 ദിവസത്തെ പ്രാദേശിക തൊഴിൽ പരിശീലന കോഴ്സിൽ പങ്കെടുക്കണമെന്ന് പറയുന്നു ഈ ഭാഗത്ത്. ഇത്തരം കോഴ്സുകൾ 12ാം ക്ലാസ് വരെ ഇന്റേൺഷിപ്പിലും കൂടി അവധിക്കാലത്ത് ചെയ്യാൻ അവസരം ഉണ്ടാക്കുമെന്ന് പറയുന്നു. 3, 5, 8 ക്ലാസ്സുകളിൽ എല്ലാ കുട്ടികൾക്കും സ്കൂൾ പരീക്ഷകളും 11, 12 ബോർഡ് പരീക്ഷകളും നടപ്പിലാക്കുമെന്ന് പറയുന്നു. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി NTA രാജ്യവ്യാപകമായി നടത്തുന്ന പൊതുപരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് ഡിഗ്രി, PG പ്രവേശനങ്ങൾ എന്നുകൂടി പറയുന്നു. ഇത് ഉന്നത വിദ്യാഭ്യാസത്തിൽ വീണ്ടും പറഞ്ഞിട്ടുണ്ട്. സ്കൂൾ എഡ്യൂക്കേഷൻ മാത്രമല്ല, ഡിഗ്രിയുടെയും PGയുടെയും പ്രവേശനം ദേശവ്യാപകമായി നടത്തുന്ന ഒരു ടെസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ അത് NTA ആണ് നടത്തുക. എന്നാൽ ഇത് അവസരം നിഷേധിക്കുമെന്ന് അത് പിന്നീട് പറയുന്നുണ്ട്. ഇപ്പൊ തന്നെ പറഞ്ഞു നോക്കുകയാണ്. എല്ലാവർക്കും അങ്ങനെ ഉന്നത പഠനത്തിന് പോകേണ്ടതില്ല, എല്ലാവരും പഠിക്കേണ്ടതല്ല അത് എന്നാണ്. 5ാമത്തേത് ടീച്ചർ എന്നാണ് 5ാമത്തെ ചാപ്റ്ററിന്റെ ഹെഡിങ്. അധ്യാപകരുടെ പരിശീലനത്തിന്റെ ഗുണനിലവാരം, സെലക്ഷൻ, തെരഞ്ഞെടുക്കൽ, ഡിപ്ലോയ്മെന്റ്, വിന്യാസം, സർവീസ്, സേവനോപാധികൾ, ശാക്തീകരണം ഇവയൊന്നും അർഹമായ അത്രയും പരിഗണിക്കപ്പെട്ടിട്ടില്ല. നിലവിൽ ഇതിനൊന്നും വലിയ പരിഗണന കിട്ടിയിട്ടില്ല. ശരിയായിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ ഗുണനിലവാരത്തിലും താല്പര്യവും ആഗ്രഹിച്ച നിലവാരത്തിലെത്തിയിട്ടില്ല. അടുത്തതാണ്. അതുകൊണ്ട് ഇവരുടെ ഗുണനിലവാരവും താല്പര്യവും ആഗ്രഹിച്ച തലത്തിലെത്തില്ല. അപ്പോൾ നിലവിൽ അധ്യാപകരുടെ ആർക്കും ഗുണനിലവാരം ആരുടെ ആഗ്രഹത്തിനനുസരിച്ചല്ല, എന്തായാലും ഇന്ത്യൻ ഭരണകൂടം ആഗ്രഹിക്കുന്ന തലത്തിലും നിലവിൽ ഒറ്റ മാഷന്മാർക്ക് താല്പര്യത്തിനനുസരിച്ചില്ല, അവർ ഗുണനിലവാരം എത്തിയിട്ടില്ല. അത് പോയ പാഠ്യം കഴിഞ്ഞ ഈ നേരത്തെ പറഞ്ഞ ക്രൈറ്റീരിയയുടെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഒരു അപജയമാണെന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. ഗുണനിലവാരക്കുറവുണ്ട് എന്ന് പ്രത്യക്ഷത്തിൽ പറഞ്ഞില്ല, പക്ഷെ ഗുണനിലവാരക്കുറവുണ്ട് എന്ന് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഗുണനിലവാരം മെച്ചപ്പെടുത്താനുള്ള എല്ലാ സാധനങ്ങളെയും എടുത്തിട്ട് നല്ല നല്ല വരാൻ പറ്റുകയാണ് നിലവിലെ മാഷന്മാരടക്കം. 4 വർഷം ഇന്റഗ്രേറ്റഡ് BEd 2030 എല്ലാവരും 4 ഇയർ ഇന്റഗ്രേറ്റഡ് BEdകാരായിരിക്കണം. മിനിമം ഡിഗ്രി ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് റിപ്പോർട്ട് അവസാനം വരുന്നുണ്ട്. TET ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് നിർബന്ധമായിരിക്കണം.
NTA നടത്തുന്ന പരീക്ഷയുടെയും TET നടത്തുന്ന മാർക്കും കൂടി പരിഗണിച്ച് ഡെമോൺസ്ട്രേഷൻ ക്ലാസ് കൂടി നടത്തിയിട്ട് മാത്രമേ അധ്യാപകരെ നിയമിക്കൂ എന്നും പറയുന്നുണ്ട്. സ്കൂൾ കോംപ്ലക്സുകൾക്കും വിവിധ പ്രാദേശിക വിഷയങ്ങളിൽ വൈദഗ്ധ്യമുള്ളവരെ പ്രാദേശികമായി ഹയർ ചെയ്യുക. മാസ്റ്റർ ഇൻസ്ട്രക്ടർ എന്ന പേരിൽ നാട്ടിലെ പരമ്പരാഗത തൊഴിലുകൾ പഠിപ്പിക്കാൻ വേണ്ടി അതിൽ പ്രാപ്തരായിട്ടുള്ള ആളുകളെ സ്കൂളുകൾക്ക് ഹയർ ചെയ്യാം. സ്കൂൾ കോംപ്ലക്സിനെ പറ്റി പിന്നീട് വരുന്നുണ്ട്, ഹയർ ചെയ്യാമെന്ന് പറയുന്നത്. സ്കൂളുകളെ യുക്തിഭദ്രമായി പുനഃസംഘടിപ്പിക്കും. സ്കൂൾ കോംപ്ലക്സ് രൂപീകരിച്ച് അധ്യാപകർ ഷെയർ ചെയ്യുമെന്നും ഇതിന്റെ ഈ ടീച്ചർ എന്ന ഭാഗത്ത് കൊണ്ട് പറഞ്ഞു പോകും. സ്കൂൾ കോംപ്ലക്സ് പറയുന്നതിന് മുമ്പ് ടീച്ചർ എന്ന ഭാഗത്ത് പറഞ്ഞത് എന്താണ് പുനഃസംഘാടനം എന്ന് പിന്നീട് വിശദമാക്കുന്നുണ്ട്. പുനഃസംഘാടനം എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ ചോദിക്കാം, എന്താണ് സ്കൂളുകളെ യുക്തിഭദ്രമായിട്ടുള്ള പുനഃസംഘാടനം എന്ന്. ടീച്ചർ എന്ന ചാപ്റ്ററിൽ തന്നെ പേജ് 22 17ാമത്തെ ഖണ്ഡിക മികച്ച പ്രവർത്തനം നടത്തുന്ന അധ്യാപകരെ അംഗീകരിക്കുകയും ശമ്പള വർധനവ് നൽകുകയും ചെയ്ത് മറ്റുള്ളവരെ കൂടി അവരുടെ ജോലി മെച്ചപ്പെടുത്താൻ പ്രോത്സാഹിപ്പിക്കും എന്ന് പറയുന്നു. ഇത് അധ്യാപകർക്ക് കടുത്ത അസംതൃപ്തിയുണ്ടാവും. എല്ലാവർക്കും ശമ്പള വർധനവില്ല. ശമ്പള വർധനവിനെ പറ്റി വളരെ വിശദമായി ഈ ചാപ്റ്ററിൽ തന്നെ ഒന്നുകൂടി പറയാം. അസംതൃപ്തരായിട്ടുള്ള അധ്യാപക സമൂഹം സൃഷ്ടിക്കുന്ന ആദ്യ തുടക്കമാണ് മികച്ച അധ്യാപകർക്ക് മാത്രം ശമ്പള വർധനവ്, അവർക്ക് അംഗീകാരം, അവർക്ക് പ്രൊമോഷൻ. അല്ലാതെ ശമ്പള വർധനവിൽ അംഗീകാരമില്ല. അവരെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നുള്ള റിപ്പോർട്ട് അത് വരുന്നുണ്ട്. ശക്തമായ ഗുണമേന്മയിൽ അധിഷ്ഠിതമായ സർവീസ് ക്രമം. ടെനർ എന്ന വാക്കാൻ്റെ വെച്ചു. ടെനർ എന്ന റിസൾട്ട് സർവീസ് കൺഫർമേഷൻ എന്ന രീതിയിലാണ് ഹയർ എഡ്യൂക്കേഷനിൽ പറഞ്ഞിട്ട് പ്രൊബേഷൻ എന്ന രീതിയിൽ നമുക്ക് കാണാൻ പറ്റാം. ടെനർ, പ്രൊമോഷൻ, ശമ്പള സംവിധാനം ഉണ്ടാവും. അപ്പൊ ഗുണമേന്മയെ അധിഷ്ഠിതമാക്കിയിട്ടാണ് പ്രൊമോഷനും ശമ്പള വർധനവും. ഇത് ഹയർ എഡ്യൂക്കേഷനിൽ പറയുന്നത് ഇതേ സാധനം. ഓരോ സ്റ്റേജിലുമുള്ള ടീച്ചർമാരെ വിലയിരുത്തുന്നതിനായി ബഹുമുഖമായ വിലയിരുത്തൽ മാനദണ്ഡങ്ങൾ സംസ്ഥാന സർക്കാരുകൾ NPST നാഷണൽ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് ഫോർ ടീച്ചേഴ്സ് NPST അടിസ്ഥാനമാക്കി സംസ്ഥാന സർക്കാരുകൾ ടീച്ചർമാരുടെ ഓരോ സ്റ്റേജിലും, എന്താ ടീച്ചർമാരുടെ സ്റ്റേജ് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഓരോ സ്റ്റേജിലുള്ള ടീച്ചർമാരെ വിലയിരുത്തുന്നതിനുള്ള മാനദണ്ഡങ്ങൾ ഉണ്ടാക്കും. ചില മാനദണ്ഡങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്ന് പിയർ റിവ്യൂ ആണ്. സഹപ്രവർത്തകരുടെ അഭിപ്രായം ആയിരിക്കുമല്ലോ റിവ്യൂ എന്ന് പറഞ്ഞാൽ, പിയർ റിവ്യൂസ് എന്ന് പറഞ്ഞാൽ. പിന്നെ അതുപോലെ തന്നെ അധ്യാപകരുടെ CPD പ്രൊഫഷണൽ ഡെവലപ്മെന്റിന് വേണ്ടിയുള്ള കോഴ്സുകളുടെ പങ്കാളിത്തം, അവരുടെ അറ്റൻഡൻസ്, പിന്നെ കമ്മിറ്റ്മെന്റ് എത്രമാത്രം അർപ്പണബോധമുള്ളതാണ്, പിന്നെ സേവനമാണ്, സ്കൂളിൽ നൽകുന്ന സേവനമാണ്. ഇതൊക്കെ ആരാ വിലയിരുത്തേണ്ടതെന്നുള്ളത് ഉണ്ട്, വിലയിരുത്താറുണ്ട്. അതിന്റെ SMC സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റികളുണ്ട്. പിന്നെ അതുപോലെ തന്നെ SCMC ഉണ്ട്, സ്കൂൾ കോംപ്ലക്സ് മാനേജ്മെന്റ് കമ്മിറ്റി. ഇവരൊക്കെ എന്താണ് വിലയിരുത്തുന്നത്. സ്കൂൾ ഡെവലപ്മെന്റ് പ്ലാൻ ഉണ്ട്, SDP, അതെല്ലാവർക്കും ഉണ്ട്. സ്കൂൾ ഡെവലപ്മെന്റ് പ്ലാൻ സ്കൂളുകൾക്കുണ്ട്, ഉന്നത വിദ്യാഭ്യാസ മേഖലകൾക്ക് പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെവലപ്മെന്റ് പ്ലാൻ IDP ഉണ്ട്. അവന് സ്കൂളുകൾക്ക് സമൂഹത്തിന് നൽകുന്ന സേവനം ഉൾപ്പെടെ ഇതിന്റെ അകത്ത് പറയുന്നുണ്ട്. ഈ വിലയിരുത്തൽ മാനദണ്ഡങ്ങൾ ഇതില് അധ്യാപകരുടെ തൊഴിൽപരമായ ഉന്നതി, പ്രൊമോഷൻ, സ്ഥിരപ്പെടുത്തൽ, ശമ്പള വർധനവ്, ഇവ ഈ വിലയിരുത്തലിന് ശേഷം മാത്രമേ ഉണ്ടാവൂ. വിവിധ സ്റ്റേജിലുള്ള ടീച്ചർമാർ, എന്തൊക്കെ ടീച്ചർമാരുടെ സ്റ്റേജ്, അത് നമ്മൾ ആദ്യം പറയാം. ഒന്ന് ഫൗണ്ടേഷൻ സ്റ്റേജാണ്. -3 മുതൽ -2 ക്ലാസ് വരെ ഫൗണ്ടേഷൻ സ്റ്റേജാണ്. ടീച്ചർമാരുടെ സ്റ്റേജുകൾ 4ആണ്. ഒന്ന് ഫൗണ്ടേഷണൽ, മറ്റൊന്ന് 3 മുതൽ 5 വരെ ക്ലാസ്സുകളിലുള്ള പ്രിപ്പറേറ്ററി, പിന്നൊന്ന് 6 മുതൽ 8 വരെ ക്ലാസ്സിൽ മിഡിൽ, പിന്നെ 9, 10, 11, 12 സെക്കൻഡറി. പിന്നെ ഇതില് എന്താണ് പ്രൊമോഷൻ എന്ന് ഈ റിപ്പോർട്ടിൽ അങ്ങനെ വ്യക്തമായിട്ട് കാണില്ല. വിവിധ തലങ്ങളിൽ എന്താണ്, എന്താ തലം, വിവിധ തലങ്ങൾ കൃത്യമായിട്ട് കരട് റിപ്പോർട്ടിൽ സൂചിപ്പിച്ചു. അതായത് നേരത്തെ പറഞ്ഞ കരട് കൂടി വായിച്ചാൽ മാത്രമേ ഈ റിപ്പോർട്ടിന്റെ ഒരു പൂർണ്ണത നമുക്ക് കിട്ടുള്ളൂ. കരടിൽ ഇങ്ങനെ പറയുന്നുള്ളൂ റിപ്പോർട്ട്. ഇതിൽ വിവിധ ലെവൽ എന്നാ പറഞ്ഞിട്ടുള്ളൂ. ആ ലെവലുകൾ കരടില ഇദ്ദേഹം പറഞ്ഞ കരടിൽ പറഞ്ഞിട്ടുള്ള ലെവൽ ഇങ്ങനെയാണ്. ടീച്ചർമാർക്ക് 5 ലെവലിലാണ്. ഒന്ന് ഏർലി ടീച്ചർ വിത്തൗട്ട് ടെനർ. സർവീസിൽ വന്ന ടീച്ചർക്ക് ടെനർ ഇല്ലാതെ, അത് പ്രൊഫഷനോ കൺഫർമേഷൻ എന്താണ് അതില്ലാത്തവര് ഏർലി ടീച്ചർ വിത്ത് ടെനർ, ഇതൊരു ലെവലാണ്. ഈ ഏർലി ടീച്ചർ വിത്തൗട്ട് ടെനറിന് പ്രൊമോഷൻ കിട്ടിയിട്ടാണ് ഏർലി ടീച്ചർ വിത്ത് ടെനറാണ്. പ്രൊഫഷൻ ടീച്ചർ അടുത്ത പ്രൊമോഷൻ കിട്ടിയത്. പിന്നെ എക്സ്പേർട്ട് ടീച്ചർ അവിടുത്തെ പ്രൊമോഷൻ കിട്ടിയത്. പിന്നെ മാസ്റ്റർ ടീച്ചർ. ഈ 5 പ്രൊമോഷൻ ലെവലുകളാണ് ഉള്ളത്. ഇതിനകത്ത് ലെവലുകൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല, പക്ഷെ വിവിധ ലെവലുകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. 5 പ്രൊമോഷൻ ലെവലുകളാണ്. ഇത് എവിടെയുണ്ട്? എല്ലാ സ്റ്റേജിലുണ്ട്. എല്ലാ സ്റ്റേജിലും ഈ ലെവലുകൾ ഉണ്ടെന്ന് ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്.
ഒരു സ്റ്റേജിലുള്ള ടീച്ചറെ മറ്റേ സ്റ്റേജിലേക്ക് മാറ്റിക്കൊണ്ടായിരിക്കില്ല പ്രൊമോഷൻ. എന്നാണ് പ്രൈമറി ടീച്ചറെ HSA ആക്കിയിട്ടല്ല പ്രൊമോഷൻ. HSA എന്ന് പറയുന്നില്ല. ഇപ്പോഴും ഫൗണ്ടേഷനിൽ നിന്ന് പ്രിപ്പറേറ്ററിയിലേക്ക് പ്രൊമോഷൻ ഇല്ല. ഫൗണ്ടേഷനിൽ തന്നെ എന്തുണ്ടാവും? ഈ 5 തരം ടീച്ചർമാരുണ്ടാവും. പ്രിപ്പറേറ്ററിയിൽ 5 തരം ടീച്ചർമാരുണ്ടാവും. ഏതെല്ലാം? ഏർലി ടീച്ചർ വിത്തൗട്ട് ടെന്നർ, വിത്ത് ടെന്നർ, പ്രൊഫഷണൽ ടീച്ചർ, എക്സ്പെർട്ട് ടീച്ചർ, മാസ്റ്റർ ടീച്ചർ. ഈ 5 വിഭാഗം ടീച്ചർമാർ ഓരോ മേഖലയിലുണ്ടാവും. 4 മേഖലയിലുണ്ടാവും. മിഡിൽ ടീച്ചേഴ്സിലും ഈ 5 വിഭാഗം ഉണ്ടാവും. സെക്കൻഡറി ടീച്ചേഴ്സിലും ഈ 4 വിഭാഗം ഉണ്ടാവും. എന്നിട്ട് പറയുന്നു, എല്ലാ സ്റ്റേജിലുമുള്ള ഒരു സ്റ്റേജിലുള്ള ടീച്ചറെ മറ്റൊരു സ്റ്റേജിലേക്ക് മാറ്റിക്കൊണ്ടായിരിക്കില്ല പ്രൊമോഷൻ. കാരണം എല്ലാ സ്റ്റേജുകളും ഉയർന്ന ഗുണമേന്മയുള്ള ടീച്ചർമാരെ വേണമെന്നും ഒരു സ്റ്റേജ് മറ്റൊരു സ്റ്റേജിനേക്കാൾ കൂടുതൽ പ്രധാനമല്ല എന്ന വസ്തുത ഉറപ്പിക്കാനുമാണ് ഇത്. അപ്പൊ പ്രൈമറി ടീച്ചറും ഹയർ സെക്കൻഡറി ടീച്ചറും എല്ലാവർക്കും ഒരാൾ മറ്റൊരാളെക്കാൾ യോഗ്യരാണെന്നൊന്നും അതിൽ വേണ്ട. ഒരു ഇൻഫീരിയോറിറ്റി സുപ്പീരിയോറിറ്റി ഒന്നും വേണ്ട. എല്ലാവരും ഒരുപോലെ പ്രധാനമാണ് എന്ന് തന്നെ. കാരണം വിദ്യാഭ്യാസ യോഗ്യത ആ തരത്തിൽ മാറ്റുമെന്ന് പറഞ്ഞല്ലോ. 2030 മാറുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കഴിവുള്ള മികച്ച അധ്യാപകരെ അതിശ്രേഷ്ഠമായ നേതൃപദവികളിൽ സ്കൂൾ പ്രിൻസിപ്പൽമാര്, അതുപോലെ തന്നെ സ്കൂൾ കോൺഗ്രസിന്റെ അധിപന്മാര്, BRC-യില്, CRC-യില്, ബ്ലോക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ, BITE, ഡയറ്റ് എന്നിവിടങ്ങളിൽ എത്തിക്കും. അവർക്ക് മാനേജ്മെന്റും പരിശീലനവും അതുപോലെ തന്നെ ലീഡർഷിപ്പ് പരിശീലനം കൊടുക്കും. അധിക സമയ പരിശീലനം കൊടുക്കുന്നവരെന്ന് ഓൺലൈനായിട്ട്. അങ്ങനെ അധ്യാപകർക്ക് വിവിധ തലങ്ങളിൽ ഇവർക്ക് ഈ വിവിധ സ്റ്റേജിലുള്ള ടീച്ചർമാർക്ക് വിവിധ ലെവലിലുള്ള പ്രൊമോഷൻ. ഒരേ സ്റ്റേജിൽ തന്നെ എല്ലാ സ്റ്റേജിലും ഒരേ ലെവലിലുള്ള ടീച്ചർമാരുണ്ടാവും. ഏർലി ടീച്ചർ വിത്തൗട്ട് ടെന്നർ 4 സ്റ്റേജിലുണ്ടാവും. ഏർലി ടീച്ചർ വിത്ത് ടെന്നർ 4 സ്റ്റേജിലുണ്ടാവും. സെക്കൻഡറിയിലും പ്രൈമറിയിലും ഒക്കെ ഉണ്ടാവും എന്നർത്ഥം. NPST, നാഷണൽ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് ഫോർ ടീച്ചേഴ്സ്, NPST മാർഗരേഖ 2022 വികസിപ്പിക്കും. 2022 ടീച്ചർമാരെ വിലയിരുത്താൻ മാർഗരേഖ ഉണ്ടാവും എന്ന് പറയുന്നു. NCTA ജനറൽ എഡ്യൂക്കേഷൻ കൗൺസിൽ GECക്ക് കീഴിൽ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് സെറ്റിംഗ് ബോഡീസ് PSSB എന്ന് പുനഃസംഘടിപ്പിച്ച് ഈ ബോഡി NCERT, SCERT ഇവയുമായി കൂടിക്കാഴ്ച നടത്തി മാർഗരേഖ തയ്യാറാക്കും. അപ്പോ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് സെറ്റിംഗ് ബോഡി എന്ന രീതിയിൽ എന്ന പേരിലേക്ക് നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ മാറ്റപ്പെടുന്നു. ഇവര് ഈ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് സെറ്റിംഗ് ബോഡി, ടീച്ചർമാരുടെ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യാനുള്ള ഈ ബോഡി NCERTയും SCERTയും ചേർന്ന് 2022 മാർഗരേഖ തയ്യാറാക്കണം എന്നും കൃത്യമായിട്ട് പറയുന്നു. ഓരോ സ്റ്റേജിലുമുള്ള അധ്യാപകരുടെ പ്രവർത്തന മികവ് വിലയിരുത്താനുള്ള മാനദണ്ഡങ്ങൾ ഈ മാർഗരേഖയിലുണ്ടാകും. പേജ് 23 ഒന്നുകൂടി പറയുന്നു, ശമ്പള വർധനവും പ്രൊമോഷനും ലഭിക്കുന്നതിന് സർവീസ് കാലയളവോ സീനിയോറിറ്റിയോ ഒരിക്കലും അടിസ്ഥാനമാകില്ല. ഇത്തരം വിലയിരുത്തലുകൾ മാത്രമാകും അടിസ്ഥാനം. വളരെ അപകടകരമായിട്ടുള്ള ടീച്ചർമാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നമ്മുടെ നിലവിലുള്ള സർവീസ് നിയമങ്ങൾ മുഴുവനും നിരാകരിക്കുന്ന ഒരു പോയിന്റാണിത്. പേജ് 23 പറയാണ്, ശമ്പള വർധനവും പ്രൊമോഷനും ലഭിക്കുന്നതിന് സർവീസ് കാലയളവ് സീനിയോറിറ്റിയോ ഒരിക്കലും അടിസ്ഥാനമാകില്ല. എന്ന് പറഞ്ഞാൽ ഇയർലി ഇൻക്രിമെന്റ് ഇല്ല, അല്ലെങ്കിൽ ഗ്രേഡ് പ്രൊമോഷൻ ഇല്ല. ശമ്പള വർധനവ് ടെന്നർ ആയിട്ടുള്ള സർവീസ് പൂർത്തിയാക്കാത്ത ടീച്ചർക്ക് എപ്പോഴും സർവീസ് പൂർത്തിയാക്കാണ്ട് ഒരു ശമ്പളം തന്നെ വാങ്ങിക്കൊണ്ടു വരും. ആ ടീച്ചറുടെ സർവീസിന് അധികം തുടരില്ല എന്നർത്ഥം. ഇന്നലെ വന്ന ടീച്ചർ ടെന്നർ കഴിഞ്ഞ് അവർ പ്രൊഫഷണൽ ടീച്ചറായി അവർ കയറി പോകുമ്പോൾ ചിലപ്പോൾ 10 വർഷം മുമ്പേ വന്ന ടീച്ചർ ഇപ്പോഴും ടീച്ചർ വിതൗട്ട് ടെന്നറായിട്ട് നിൽക്കുന്നു, ഒരു ശമ്പള വർധനമില്ലാണ്ട്. ഈ മേഖലയിൽ കടുത്ത അസംതൃപ്തി ഉണ്ടാക്കി അധ്യാപകരിൽ നിന്ന് അധ്യാപകർക്ക് ഒഴിഞ്ഞു പോകുന്ന രീതിയിൽ, അല്ലെങ്കിൽ അധ്യാപകർക്ക് ഈ മേഖല നിൽക്കാൻ പറ്റാത്ത രീതിയിൽ. ഇനി ഇതിന് ഒരു ടീച്ചർ കഴിവില്ലാതെ തോന്നുമല്ലോ, ആ ടീച്ചറെ കഴിവിന് വിലയിരുത്താനുള്ള മാനദണ്ഡങ്ങൾ എന്താണെന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ആരൊക്കെയാണ് വിലയിരുത്തുക, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് അതിപ്പോ കൃത്യമായിട്ട് ഇപ്പോൾ വിശദീകരിക്കപ്പെട്ടിട്ടില്ല. ഈ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് സെറ്റിംഗ് ബോഡി, ഈ ബോഡിയിൽ ആരൊക്കെ ഉണ്ടാവും, പ്രാദേശികമായിട്ട് ആരൊക്കെ ഉണ്ടാവും സൂചിപ്പിച്ചിട്ടില്ല. അപ്പൊ ആ ബോഡി നിശ്ചയിക്കണം. അതുപോലെ തന്നെ അതിന്റെ മാനദണ്ഡങ്ങൾ ഉണ്ടായാൽ തന്നെയും ഈ മാനദണ്ഡങ്ങളെ വ്യാഖ്യാനിക്കുന്ന ഒരു ബോഡി ഉണ്ടാവും. അതിനാണ് സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ഉൾപ്പെടെ സംവിധാനങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറയുന്നത്. ഇങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ ഒരു ടീച്ചർ സർവീസിൽ കയറിയാൽ ഒരിക്കലും അവർക്ക് ഒരു ഇൻക്രിമെന്റോ പ്രൊമോഷനോ ഇല്ലാണ്ട് അവര് തിരിഞ്ഞുകൊണ്ടി വരും. ഇത് നിലവിലുള്ള എല്ലാ തൊഴിൽ നിയമങ്ങളെയും അതുപോലെ തന്നെ സർവീസ് ചട്ടങ്ങളെയും അട്ടിമറിക്കുന്നതാണ്. തൊഴിൽ നിയമങ്ങൾ ഭേദഗതി ചെയ്യുന്ന ഒരു സർക്കാർ, അതുപോലെ തന്നെ 50 വയസ്സ് കഴിഞ്ഞവർക്ക് അവരുടെ കാര്യക്ഷമത കുറവ് പിരിച്ചുവിടുന്ന ഒരു സർക്കാർ. ഇത്തരം ഒരു ഘട്ടത്തിൽ എത്ര അധ്യാപകരെ ഈ മേഖലയിൽ തുടരാൻ അനുവദിക്കും? എത്ര അധ്യാപകർക്ക് ഈ രീതിയിൽ പ്രൊമോഷനോ ശമ്പള വർധനവോ ഇല്ലാതെ തുടരാൻ വേണ്ടി പറ്റും? പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ
ഏർലി ടീച്ചറായിട്ട് തന്നെ പ്രൊഫഷണൽ ടീച്ചർ ഒരിക്കലും ആവില്ല. അങ്ങനെ പ്രൊമോഷൻ ഇല്ല, അതുപോലെ തന്നെ ശമ്പള വർധനമില്ല. നോക്കണം, ഒന്നുകൂടി നമ്മൾ പറയണം, ശമ്പള വർധനവും പ്രൊമോഷനും ലഭിക്കുന്നതിന് സർവീസ് കാലയളവോ സീനിയോറിറ്റിയോ ഒരിക്കലും അടിസ്ഥാനമാകില്ല. ഇത് പൊതുജനങ്ങളെടുത്ത് പറഞ്ഞാൽ വലിയ അംഗീകാരമായിരിക്കും. കാരണം നാളെ അവരെ മക്കൾ ടീച്ചറാണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. ചിലപ്പോൾ പബ്ലിക്കിലെടുക്കാം, നാളെ അടിയുണ്ട്, ടീച്ചർമാർ അടി വരും, നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ ടീച്ചർ വരണ്ട, അവർക്ക് ഇത് ബാധക. പക്ഷെങ്കിൽ നമ്മളെ ഇടയിൽ ഇത് ഇപ്പൊ തന്നെ ഒരു പ്രശ്നമാണ്. 2022 ഈ മാനദണ്ഡങ്ങൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇത് നമ്മളെ ബാധിക്കുമെന്ന് നമ്മൾ കണ്ടറിയേണ്ടതാണ്. മികവ് വെറുതെ പറയാനാകില്ല, കാരണം വെറുതെ മികവ് പറയാൻ പറ്റില്ല. സ്കൂളിന്റെ മുഴുവൻ മികവുകളും, ടീച്ചർ ഉൾപ്പെടെ മുഴുവൻ മികവുകളും പബ്ലിക് ഡിസ്ക്ലോഷറിന് വിധേയമാണ്. സ്കൂളിന് സ്വന്തമായിട്ട് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണം. ആ സ്കൂളിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, ടീച്ചർമാർ എങ്ങനെയാണ്, ടീച്ചർമാരുടെ യോഗ്യത എങ്ങനെ, എന്തെല്ലാം കാര്യങ്ങളാണ് ടീച്ചർ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ പ്രസിദ്ധീകരിക്കണം. അതുപോലെ തന്നെ ദേശീയ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണം. പബ്ലിക് ലിസ്റ്റ്, ഇത് ഹയർ സെക്കൻഡറി മേഖല, ഉന്നത വിദ്യാഭ്യാസ മേഖല പറയുന്നുണ്ട്, ഹയർ എഡ്യൂക്കേഷനിലും അധ്യാപകൻ ഉൾപ്പെടെയുള്ള എല്ലാ മുഴുവൻ കാര്യങ്ങളും പബ്ലിക് ഡിസ്ക്ലോഷർ. അപ്പൊ ഈ നമ്മളെ സ്കൂളിൽ കുട്ടിയെ ചേർക്കാൻ വേണ്ടി വരുമ്പോൾ ഇവിടുത്തെ മാഷിന് ഇത്ര യോഗ്യതയല്ല, മാഷിൽ ഈ മാഷ് പോരാ, ഇതിനകത്ത് ഈ സ്കൂളിൽ ഇന്ന കാര്യങ്ങളില്ല എന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ട് പോവാ. പൊതുജനങ്ങൾക്ക് അത് ലഭ്യമാണ്, പബ്ലിക്കിന് കിട്ടുന്ന രീതിയിലായിരിക്കണം. അതിൽ എന്തെങ്കിലും കൃത്രിമം നടത്തി കഴിഞ്ഞാൽ വലിയ അപകടങ്ങൾ ഉണ്ടാവും പറയുന്നുണ്ട്. പിന്നെ 6ാമത്തെ ചാപ്റ്റർ സോഷ്യലി ഡിസഡ്വാൻറ്റേജ് SCDGs, സോഷ്യലി ആൻഡ് എക്കണോമിക്കലി ഡിസഡ്വാൻറ്റേജ് ഗ്രൂപ്പ്സ്. അതിൽ ആദിവാസി മേഖലയിലും അതുപോലെ തന്നെ വികലാംഗരായിട്ടുള്ള ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആയിട്ടുള്ള ബന്ധപ്പെട്ട കാര്യം, അവിടെ ഓൾട്ടർനേറ്റീവ് സ്കൂളിന്റെ കാര്യങ്ങൾ വളരെ വിശദമായിട്ട് പറയുന്ന ഒരു മേഖലയാണത്. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനകത്ത് മുഴുവനായിട്ടും പ്രതിപാദിക്കുന്ന ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ വലിയ രീതിയിൽ വ്യാപിപ്പിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിനകത്ത് പ്രൈവറ്റ് ഫിലാന്ത്രപ്പിക് സംഘങ്ങളുടെ, കാരണം ഒന്നാമത് സോഷ്യലി ആൻഡ് എക്കണോമിക്കലി ഡിസഡ്വാൻറ്റേജ് ഗ്രൂപ്പ്സാണ്, അവിടെയാണ് ഇവർ ഏറ്റവും വലിയ ഒരു പ്രവർത്തന മേഖല. വളരെ വിശദമായിട്ട് അതിനുവേണ്ടി മാത്രമായി നീക്കി വെച്ചിട്ടുള്ള ഒരുപാട് നിർദ്ദേശങ്ങളാണ് ഉള്ളത്. 7ാമത് എഫിഷ്യന്റ് റിസോഴ്സിംഗ് ആൻഡ് എഫക്റ്റീവ് ഗവേണൻസ് ത്രൂ സ്കൂൾ കോംപ്ലക്സ് ആൻഡ് ക്ലസ്റ്റർ ആണ്. സ്കൂൾ കോംപ്ലക്സിനെ പറ്റി ഇവിടെ പറയുന്നത് കൃത്യമായിട്ടുള്ള അതിന്റെ മേൽനോട്ടത്തിനും നിയന്ത്രണത്തിനും സ്കൂൾ കോംപ്ലക്സുകൾ ഉണ്ടാകണം. കോംപ്ലക്സിനെ പറ്റി ഞാൻ സൂചിപ്പിച്ചിട്ട് അതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഇതിൽ പറയുന്നുണ്ട്, UDAS 2016-17 മാനദണ്ഡമാക്കി രാജ്യത്ത് 6ൽ കുറവ് കുട്ടികളുള്ള ഏകാധ്യാപക വിദ്യാലയങ്ങൾ 1,08,017 ഇതിൽ 85,743 1 മുതൽ 5 വരെയുള്ള പ്രൈമറി സ്കൂൾ. എന്നാൽ ഇത് കൂട്ടാൻ വേണ്ടി തീരുമാനിച്ചു നിലനിർത്താം. 85,000 സ്കൂൾ ഒറ്റയടിക്ക് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളായിട്ട് കൂട്ടും. കേരളത്തിന്റെ അകത്ത് അത്ര കൂട്ടുന്നുള്ള വേറെ കാര്യം. എന്തായാലും നമ്മൾ കേരളമല്ല രാജ്യമെന്ന് കാണുന്നുണ്ട്. ഇത് വേറെ കാര്യം കൂടെ പറയും, ഇത്തരം സ്കൂളുകൾ വിദ്യാഭ്യാസത്തിൽ വിപരീത ഫലം ഉണ്ടാക്കുന്നു. ഭരണനിർവഹണത്തിനും നടത്തിപ്പിലും സിസ്റ്റത്തിന് വെല്ലുവിളിയാണ് ഇത്തരം സ്കൂളുകൾ. വ്യക്തമാണല്ലോ ഈ സ്കൂളുകൾ കൂട്ടുന്ന കാര്യം. 2025 ആകുമ്പോഴേക്കും സംസ്ഥാന സർക്കാരുകൾ ഈ വിഷയം പരിഗണിച്ച് നൂതനമായ മാർഗങ്ങളിലൂടെ യുക്തിപൂർവം സ്കൂൾ ഏകീകരണം നടത്താൻ. 2025 വീണ്ടും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വരും. അതുകൊണ്ട് നമുക്ക് വലിയ അപകടം ഉണ്ടാവില്ല എന്ന് വിചാരിക്കാൻ വേണ്ടി പറ്റില്ല. കാരണം 2025 ആകുമ്പോഴത്തേക്ക് യുക്തിപൂർവ്വം സംഗതിയാണ്, നിയമം ഉണ്ടാക്കി കൊടുത്തോളണം. അപ്പോ ഇപ്പൊ നമ്മൾ പറയുന്ന അൺഅക്കാഡമിക് സ്കൂൾ ഡെയിലി വേജ് എന്ന് പറയുന്ന സാധനത്തിനെ പറ്റി 2025 ശേഷം പറയേണ്ടി വരില്ല എന്നർത്ഥം. അതോടെ ഈ സാധനം ഇല്ലാണ്ടാണെന്ന് അർത്ഥം. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വീണ്ടും അധികാരത്തിൽ വരും എന്നുള്ളത് കൊണ്ട് നമുക്കൊരു പ്രതീക്ഷയുണ്ട്. മറ്റവർ വരില്ല എന്നുള്ളത് കൊണ്ട് അവർ വന്നിരുന്നുവെങ്കിൽ 2 നയമില്ലല്ലോ. BJPക്കും കോൺഗ്രസിനും 2 നയമില്ല, UDFനും BJPക്കും വേറെ 2 നയമില്ല. അങ്ങനെ അവർ വന്നിരുന്നുവെങ്കിൽ വരുന്നൊരു സാഹചര്യം ഉണ്ടായാൽ പിന്നെ ഇതിനെപ്പറ്റി ചിന്തിക്കണ്ട. ആ നയം എത്ര വളരെ പെട്ടെന്ന് ഇവിടെ നടത്തി നോക്കിയാൽ മതി. അപ്പം നമ്മുടെ ഒരു ഭരണ തുടർച്ച ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെ കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്കും അതുപോലെ തന്നെ അധ്യാപകർക്കും ഈ നിലവിൽ 2025 ഈ സ്കൂളെല്ലാം കൂട്ടണം എന്നുള്ളതിനെ പറ്റി ഒരു വലിയ വ്യാകുലത വേണ്ട എന്ന് നമുക്ക് വേണമെങ്കിൽ തൽക്കാലം മനസ്സിൽ കരുതാം. ഇവിടെയാണ് സ്കൂൾ കോംപ്ലക്സിനെ പറ്റി. സ്കൂൾ പുനഃസംഘടന പറയുന്നുണ്ട്. പിന്നെ കുട്ടികൾ പറഞ്ഞ സ്കൂൾ കൂട്ടുക എന്നുള്ളതാണല്ലോ പുനഃസംഘടന. അതുപോലെ തന്നെ കുറെ സ്കൂളുകൾ ചേർന്നുകൊണ്ട് 5 മുതൽ 10 വരെ കിലോമീറ്ററിൽ സ്കൂളിൽ ചേർന്ന് സ്കൂൾ കോംപ്ലക്സ് ഉണ്ടാക്കേണ്ടത്, അതിൻ്റെ അകത്ത് ടീച്ചേഴ്സിന് കൈമാറൽ, വിഭവങ്ങൾ കൈമാറൽ, സ്കൂളിൻ്റെ അകത്തുള്ള മറ്റ് പല അടിസ്ഥാന സൗകര്യങ്ങൾ കൈമാറൽ, അതില് നമ്മളെ സ്കൂളിലെ ഇലക്ട്രീഷ്യൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ ടെക്നിക്കൽ സ്റ്റാഫിനൊക്കെ കൈമാറലൊക്കെ ഇത് ഭാഗത്ത് പറയുന്നുണ്ട്. പേജ് 30 7ാമത്തെ ചാപ്റ്ററിൽ 10ാമത്തെ ഘടിക. ഇത് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സർക്കാർ സ്കൂളുകളും സ്വകാര്യ സ്കൂളുകളും തമ്മിലുള്ള സഹകരണവും കൂട്ടായ പ്രവർത്തനവും വർദ്ധിപ്പിക്കുന്നതിനും ഉത്തേജിപ്പിക്കുന്നതിനും ഒരു സർക്കാർ സ്കൂളിനെ ഒരു സ്വകാര്യ സ്കൂളുമായി ചേർത്ത് ജോഡിയാക്കുന്ന പ്രവർത്തനം രാജ്യവ്യാപകമായി നടത്തുന്നത് പിന്നിങ് ഓർ പെയറിംഗ് നടത്തുന്നത്.
ട്വിൻസ്, ഇരട്ടയാക്കല്. ഒരു സർക്കാരിനെ സ്കൂളിനെ ഒരു സ്വകാര്യ സ്കൂളുമായി ചേർത്ത് ജോഡിയാക്കുന്ന ഒരു പ്രവർത്തനം രാജ്യവ്യാപകമായിട്ട് വ്യാപിപ്പിക്കണം എന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം നമ്മളെ ഇവിടുത്തെ സർക്കാർ സ്കൂളുകൾ ഏതെങ്കിലും സ്വകാര്യ സ്കൂളുകൾ പരത്തിക്കൊണ്ടിരില്ല. അങ്ങനെയാണ് ഇവിടുന്ന് സ്വകാര്യ സ്കൂളുകൾ പലതില്ല. ചില സ്ഥലത്ത് അതല്ല, ഇഷ്ടം പോലെ ഉണ്ട് സ്വകാര്യ സ്കൂളുകൾ. ജോഡി കൊടുക്കാൻ ഉണ്ടാവില്ല സർക്കാർ സ്കൂളുകൾ. അപ്പൊ സർക്കാർ സ്കൂളിനെ സ്വകാര്യ സ്കൂളിൽ രാജ്യവ്യാപകമായിട്ട് ജോഡിയാക്കുന്നതാണ് അർത്ഥം. ഇപ്പോ ഇവിടുത്തെ ഒരു സർക്കാർ സ്കൂളിന് ഏതെങ്കിലും ഒരു സ്വകാര്യ സ്കൂളിനെ ജോഡിയാക്കിയിട്ട് ചിലപ്പോൾ റിപ്പോർട്ട് കൊടുക്കേണ്ടി വന്നേക്കാം. അടുത്ത വിശദീകരണം ചിലപ്പോൾ ചോദിക്കും, ഇത് കേന്ദ്രീകരണം എവിടെയാ, ഏത് സ്കൂളിനാണ് നിങ്ങൾ ജോഡിയാക്കിയത് ചോദിച്ചുകൂടായില്ല. ഈ റിപ്പോർട്ട് പ്രകാരം ചോദിക്കാം. തീർന്നിട്ടില്ല. പരസ്പരം ആശയവിനിമയം നടത്തി പറ്റുമെങ്കിൽ വിഭവങ്ങൾ പങ്കുവെക്കണം. പറ്റുമെങ്കിൽ വിഭവങ്ങൾ പങ്കുവെക്കണം. എന്നാൽ പറ്റുമെങ്കിൽ സർക്കാർ സ്കൂളിലെ വിഭവം അങ്ങോട്ട് പങ്കുവെക്കാൻ ഒരു തടസ്സം ഉണ്ടാവില്ല, അങ്ങനെ ഇങ്ങോട്ട് കിട്ടൂല എന്നർത്ഥം. അവിടെ വല്ലാണ്ടുണ്ടെങ്കിൽ. പിന്നൊന്ന്, പ്രൈവറ്റ് സ്കൂളുകളുടെ മികച്ച സേവനം രേഖപ്പെടുത്തുകയും പങ്കുവെക്കുകയും പൊതുവിദ്യാലയങ്ങളിൽ സ്ഥാപനവൽക്കരണം നടത്തുകയും വേണം. ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യണം. പബ്ലിക് എഡ്യൂക്കേഷനിലെ ഗവൺമെന്റ് സ്കൂളുകളിൽ പബ്ലിക് എഡ്യൂക്കേഷന്റെ പ്രവർത്തനങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യണമെന്ന് പറയുന്നു. സ്ഥാപനവൽക്കരണം നടത്തണം. പറ്റുമെങ്കിൽ തിരിച്ചും പ്രൈവറ്റ് സ്കൂളുകളിലെ സംഗതികളെല്ലാം ഇങ്ങോട്ട് കോപ്പി ചെയ്യണം, അതുകൊണ്ട് നടത്തണം. പറ്റുമെങ്കിൽ അങ്ങോട്ട്. എന്നാൽ ഏതാ മികച്ചത്? പ്രൈവറ്റ് സ്കൂളാണ് മികച്ചത് എന്ന് ഇങ്ങോട്ട് പറയുകയാണ്. പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, വീണ്ടും പറയുന്നു. മറ്റൊരു കാര്യം, സ്കൂളുകൾ ആ പ്രദേശത്തിന്റെ ഒരു ആഘോഷത്തിന്റെ കേന്ദ്രമാണ്. സ്കൂൾ സാമാജിക് ചേതനാ കേന്ദ്രങ്ങൾ. സ്കൂൾ സാമാജിക് ചേതനാ കേന്ദ്രങ്ങൾ ആകണം. സാമാജിക് ചേതനാ കേന്ദ്രങ്ങളാകണം. ഉപയോഗിക്കപ്പെടാതെ പോകുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ പഠന സമയമല്ലാത്തപ്പോൾ സ്കൂൾ വിട്ടതിന് ശേഷം 4 മണിക്ക് വിട്ട് 5 മണിക്ക് വിട്ടാലോ രാവിലെ സാമൂഹിക, ബൗദ്ധിക, ഫിലാന്ത്രഫിക് പ്രവർത്തനങ്ങൾക്ക് അനുവദിക്കണം. സാമൂഹിക, ബൗദ്ധിക, ഫിലാന്ത്രഫിക് പ്രവർത്തനങ്ങൾക്ക് സ്കൂൾ അനുവദിക്കണം. ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. സ്കൂൾ ഇപ്പൊ എന്തെങ്കിലും പ്രവർത്തനം നടക്കുന്നില്ല നമ്മൾ വിചാരിക്കുക. രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തനം പറഞ്ഞില്ല. സോഷ്യൽ ആൻഡ് ഇന്റലക്ച്വൽ ആൻഡ് ഫിലാന്ത്രഫിക്, അതേതാ നമ്മളതിനപ്പുറം പറയണ്ട. കാരണം ഇപ്പം ശാഖകൾ നടക്കുന്നത് അമ്പലങ്ങളാണെങ്കിൽ സ്കൂളിൽ ശാഖ നടത്തുന്നതിന്റെ അർത്ഥം. കാരണം അത് ഫിലാന്ത്രഫിക് സംഘങ്ങളാണ്. ഇതിലൊക്കെ ഈ പറയുന്നതൊക്കെ ഭൗതിക പ്രവർത്തനം നടത്തുന്നവരാണ്. അപ്പൊ അത് പറയാതെ പറഞ്ഞു വെച്ചിരിക്കുന്നു. സ്കൂളുകൾ ഏത് ശാഖാ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നതിന് തടസ്സമില്ല എന്നുള്ളതിന് നമുക്കതിനെ ഈ രീതിയിൽ കേരളത്തിന്റെ തനത് പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നമുക്കതിനെ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നത് തെറ്റില്ല. അത് തന്നെ ആയിരിക്കാം ഇവർ ലക്ഷ്യം വെക്കുന്നതെന്ന് ഉറപ്പാണ്. ഇനി ഈ സ്കൂൾ എഡ്യൂക്കേഷനിലെ 8ാമത്തെ ഭാഗം സ്റ്റാൻഡേർഡ് സെറ്റിംഗ് ആൻഡ് അക്രഡിറ്റേഷൻ ആണ്. നിലവാരം കണക്കാക്കൽ, അതിന് അംഗീകാരം കൊടുക്കുന്നതിന് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നിയന്ത്രണ സംവിധാനങ്ങൾക്ക് നിലവിലുള്ള നിയന്ത്രണ സംവിധാനങ്ങൾ പറഞ്ഞു. പേജ് 30 8 3ാമത്തെ പാരഗ്രാഫ്. നിലവിലുള്ള നിയന്ത്രണ സംവിധാനങ്ങൾക്ക് ലാഭേച്ഛയോടെ പ്രവർത്തിക്കുന്ന സ്കൂളുകളുടെ ചൂഷണവും വാണിജ്യവൽക്കരണവും തടയാൻ കഴിയുന്നില്ല. റെഗുലേറ്ററി സിസ്റ്റത്തിന് കമേഴ്സ്യലൈസേഷൻ തടയാൻ കഴിയുന്നില്ല. അതേസമയം പബ്ലിക് സ്പിരിറ്റഡ് പ്രൈവറ്റ് ഫിലാന്ത്രഫിക് സ്കൂളുകൾ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുന്നു. നോക്കണം, ഈ സാമൂഹ്യ സേവന സംഘത്തിലുള്ള സ്കൂളുകൾ വല്ലാണ്ട് നിരുത്സാഹപ്പെടുന്നു, പക്ഷെ കച്ചവടം തടയാൻ കഴിയുന്നില്ല. അടുത്ത പാരഗ്രാഫ് വായിച്ചാൽ ഗൗരവം മനസ്സിലാവാം. സർക്കാർ സ്വകാര്യ വിദ്യാലയങ്ങൾക്ക് 2 വിദ്യാലയങ്ങൾ, സർക്കാർ സ്വകാര്യ മികച്ച വിദ്യാഭ്യാസം നൽകുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ എന്നിരിക്കെ 2 തരം സ്കൂളുകളോടും നിലവിലുള്ള സംവിധാനങ്ങൾ കടുത്ത അസമത്വവും അനീതിയും കാണിക്കുന്നു. അതിന്റെ വൈദ്യുതി നോക്കണം. നേരത്തെ മറ്റേതിനെ നിയന്ത്രിക്കുന്നു കമേഴ്സ്യലൈസേഷൻ എന്ന് പറയുന്നു, എന്നിട്ട് ഫിലാന്ത്രഫിക് സ്കൂളിനെ പ്രോത്സാഹിപ്പിക്കണം എന്ന് പറയുന്നു, എന്നിട്ട് പറയുന്ന നിയന്ത്രണ സംവിധാനങ്ങൾ സർക്കാർ സ്കൂളിനോടും മറ്റവരോടും 2 തരം നയങ്ങളാണ് പറയുന്നത്. നോക്കണം, 2 അസമത്വം കാണിക്കുന്നു. വീണ്ടും പറയുന്നു, പേജ് 34 8ാമത്തെ ചാപ്റ്ററിൽ 4ാമത്തെ പാരഗ്രാഫ്, പ്രൈവറ്റ് ഫിലാന്ത്രഫിക് സ്കൂളുകളെ പ്രോത്സാഹിപ്പിക്കണം എന്ന് ആ പാരഗ്രാഫിൽ വീണ്ടും ആവർത്തിക്കുകയാണ്. പ്രൈവറ്റ് സ്കൂളുകളെ ഒരേ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് വിലയിരുത്തുകയും അംഗീകരിക്കുകയും അതിൽ സുതാര്യത ഉറപ്പുവരുത്തുകയും വേണം. ആർക്ക് സംശയം ഉണ്ടാവും? ഇതിന് രണ്ട് നയം തോന്നണം. ഒറ്റ നയമുള്ളൂ, 2 ഒരേ നയത്തിൽ വിലയിരുത്തണം. ഒരു തരത്തിലും പൊതു താല്പര്യമുള്ള പ്രൈവറ്റ് സ്കൂളുകളെ നിരുത്സാഹപ്പെടുത്താൻ പാടില്ല. വരികൾക്കിടയിലായിട്ട് സാധനം പെട്ടെന്ന് ഏതാമത്തെ ചിലപ്പോൾ റിപ്പോർട്ട് നല്ലതാണെന്ന് തോന്നുന്നു. എങ്ങനെ പെട്ടെന്ന് വരുന്ന എന്താ കുഴപ്പം തോന്നുന്നു? അതിന്റെ അടുത്തൊരു സ്ഥാനം ചെയ്തു വെച്ചിട്ടുണ്ടാവും. ഒരു തരത്തിലും പൊതു താല്പര്യമുള്ള പ്രൈവറ്റ് സ്കൂളുകളെ നിരുത്സാഹപ്പെടുത്താൻ പാടില്ല എന്ന് ഉറപ്പുവരുത്തണം. അവയെ പ്രോത്സാഹിപ്പിക്കുന്നത് ആവണം ഈ നിയന്ത്രണ സംവിധാനങ്ങൾ. അപ്പോ വളരെ മനോഹരമായിട്ട് എങ്ങനെയാണ് പ്രൈവറ്റൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. വളരെ കൃത്യമായി പറഞ്ഞു വെച്ചിരിക്കുന്നത് 8ാമത്തെ ചാപ്റ്ററിൽ 7ാമത്തെ പാരഗ്രാഫിൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കണം. രാജ്യത്താകമാനമുള്ള വിദ്യാഭ്യാസ സംവിധാനത്തിന്റെ
പീരിയോഡിക് ഹെൽത്ത് ചെക്കപ്പ് അങ്ങനെ പറഞ്ഞു. 8ാമത്തെ ചാപ്റ്റർ 10ാമത്തത് പീരിയോഡിക് ഹെൽത്ത് ചെക്കപ്പ്, വിദ്യാഭ്യാസ സംവിധാനത്തിന്റെ ആരോഗ്യം പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ സ്വകാര്യ വിദ്യാഭ്യാസമില്ല ടാടി എല്ലാ സംവിധാനത്തിനും നടത്തുന്നതിന് എല്ലാ കുട്ടികൾക്കും നാഷണൽ അസസ്മെന്റ് സർവേ നടത്തണം, നാസ് നടത്തണം. സാസ് പറയുന്നുണ്ടാണ് സ്റ്റേറ്റ് അസസ്മെന്റ് സർവേ, പക്ഷെ അത് വെച്ചിട്ടല്ല വിലയിരുത്തുക, നാഷണൽ അസസ്മെന്റ് സർവേ ആണ്. ഇതിനായി നാഷണൽ അസസ്മെന്റ് സെന്റർ ഫരാക്ക് പോലുള്ള ഏജൻസികൾ പറഞ്ഞിട്ട് രൂപീകരിക്കും. ഇത് ഹയർ എഡ്യൂക്കേഷൻ പറയുന്നുണ്ട്, ഹയർ എഡ്യൂക്കേഷനിൽ ഇത് ആവർത്തിക്കുന്നില്ല, ഇതൊക്കെ അവിടെ പറയുന്നുണ്ട്. NCERT ഇത് നാഷണൽ അസസ്മെന്റ് സെന്റർ ഇത് രൂപീകരണം നടത്തുന്നത് വരെ NCERT ആണ് നാസ് നടത്തുക, നാഷണൽ അസസ്മെന്റ് സർവേ. അധികാര കേന്ദ്രീകരണത്തിന് അപ്പുറം ഇതുകൊണ്ട ഈ രാജ്യത്തിലെ മുഴുവൻ സ്കൂളുകളുടെയും വെബ്സൈറ്റിൽ പരസ്യപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള എല്ലാം പരസ്യപ്പെടുത്തുന്ന ഒരു കേന്ദ്രത്തിൽ വെച്ച് പരസ്യപ്പെടുത്തുന്നു, അവിടെ വെച്ച് വിലയിരുത്തണം. അതിന് പുറമെ കുട്ടികളെ മുഴുവൻ അസസ്മെന്റ് നടത്തി അസസ്മെന്റ് സർവേ ഇപ്പൊ തന്നെ നാസ് നടത്തുന്നുണ്ടല്ലോ, ആ രീതിയിലല്ല. ഇപ്പൊ നടത്തുന്ന സെലക്ട് ചെയ്ത സ്കൂളുകളാണ് നാഷണൽ അസസ്മെന്റ് സർവേ നടത്തുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ പീരിയോഡിക് ഹെൽത്ത് ചെക്കപ്പ് ഓരോ സമയത്തുള്ള സ്കൂളിന്റെ ആരോഗ്യം വിലയിരുത്തുക, സ്കൂൾ സംവിധാനത്തിന്റെ ആരോഗ്യം വിലയിരുത്തുന്നത്. ആരോഗ്യമില്ലാത്ത സാധനം സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്നാണല്ലോ, ആരോഗ്യമില്ലാത്ത സാധനം പൊളിഞ്ഞു പോകുന്ന ഉറപ്പല്ലേ. ഇതാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇനി ഇത്രയുമാണ് സ്കൂൾ വിദ്യാഭ്യാസ സംഘങ്ങൾ പറഞ്ഞിട്ടുള്ളത്. പിന്നെ സ്ഥാപനങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും അധ്യാപകർ ഉൾപ്പെടെ ഓഡിറ്റ് നടത്തി പബ്ലിക് ഡിസ്ക്ലോഷർ നടത്തുന്ന ഒരു സംവിധാനം സ്കൂൾ വിദ്യാഭ്യാസം പറഞ്ഞ ഹയർ എഡ്യൂക്കേഷൻ പറയും. ഹയർ എഡ്യൂക്കേഷനിലേക്ക് വരികയാണ് പാർട്ട് 2. ഹയർ എഡ്യൂക്കേഷനിൽ പറയുന്നത് ഹയർ എഡ്യൂക്കേഷനിലെ നിലവിലെ സംവിധാനത്തിന്റെ പോരായ്മകളെ പറ്റിയെല്ലാം പറഞ്ഞു. എന്നിട്ട് പറയാനേ ഉന്നത വിദ്യാഭ്യാസ രംഗം നേരിടുന്ന നിലവിലുള്ള ഗുരുതരമായ 10 പ്രശ്നങ്ങൾ എടുത്തു വന്നിട്ടുണ്ട്. 10 പ്രശ്നങ്ങൾ. ആ 10 6ാമത്തേത് ഇങ്ങനെയാണ്. 9ാമത്തേല് ചാപ്റ്ററിൽ 2ാമത്തെ പാരഗ്രാഫ്. മെറിറ്റ് അടിസ്ഥാനമാക്കി ഫാക്കൽറ്റികളെയും സ്ഥാപന മേധാവികളെയും വിലയിരുത്താനുള്ള സംവിധാനത്തിന്റെ കുറവ്. മാഷന്മാർ തന്നെ രഥം പറഞ്ഞു വെക്കുന്ന അതില്ല. ഒരു നേരത്തെ സ്കൂൾ മേഖല പറഞ്ഞു ഈ റിപ്പോർട്ടിൽ ഉടനീളം ഈ മെറിറ്റ് ബേസ്ഡാണ് പറയുന്നത്, മുഴുവനും നിലവിൽ മെറിറ്റ് ഇല്ല തന്നെയാണ്. 7ാമത്തെ പറയുന്നത് 10 കാര്യങ്ങൾ പറഞ്ഞു. 7ാമത്തെ ഇങ്ങനെ നടത്തിപ്പിലും നേതൃത്വത്തിലും ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്കുള്ള നിലവാരക്കുറവ്, നിലവിലുള്ള എല്ലാ സ്ഥാനം പോക്കാമെന്ന് പറഞ്ഞു. 9ാമത്തെ കാര്യം നിയന്ത്രണ സംവിധാനത്തിന്റെ കാര്യക്ഷമത കുറവ്. നിലവിലെ ഇതിന്റെ സംവിധാനം നിയന്ത്രിക്കാൻ സ്റ്റേറ്റിലെ ഹയർ എഡ്യൂക്കേഷൻ പിന്നെ ഉന്നത വിദ്യാഭ്യാസ ഉള്ള ഒരുപാട് സംവിധാനങ്ങളുണ്ടല്ലോ, അതൊക്കെ കോളേജ് എഡ്യൂക്കേഷൻ ഒരുപാട് സംവിധാനങ്ങൾ ഉണ്ടാവണം, അതൊക്കെ വളരെ മോശമാണ്. അഫിലിയേറ്റഡ് യൂണിവേഴ്സിറ്റികളുടെ കൂടുതൽ ഡിഗ്രി കോഴ്സിന്റെ നിലവാരം കുറച്ചു. നോക്കണം, അഫിലിയേറ്റഡ് യൂണിവേഴ്സിറ്റികളുടെ കൂടുതൽ ഡിഗ്രി കോഴ്സിന്റെ നിലവാരം, കാരണം ഈ സാധനം ഇല്ലാണ്ടാക്കാൻ വേണ്ടി പോകുന്നർത്ഥം. ഇത് വെച്ചുകൊണ്ട് ഘടന ഞാൻ നേരത്തെ പറഞ്ഞ അതേ സമയം ഇതൊക്കെ വെച്ചിട്ട് പൊളിച്ചെടുക്കാൻ തീരുമാനിച്ചു. ഇത്തിരി കാര്യങ്ങൾ മാഷന്മാർ അത്ര പോരാന്ന് പറഞ്ഞു വെച്ചല്ലോ, നിയന്ത്രണ സംവിധാനം പോരാന്ന് പറഞ്ഞു വെച്ചല്ലോ, പിന്നെ കോളേജുകളുടെ കൂടുതൽ വലിയ പ്രശ്നം എന്ന് പറഞ്ഞു വെച്ചല്ലോ, പിന്നെ എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ നിയന്ത്രണ സംവിധാനങ്ങളെല്ലാം മോശമാണ്. പോരെ ഈ സാധനം വെച്ച് തിരുത്തോന്ന നിലവിലെ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം മൊത്തം തകർത്തെറിയുക എന്നർത്ഥം. ഈ നേരത്തെ ആമുഖത്തിൽ സൂചിപ്പിച്ച കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ ആ മേഖലയുടെ ഏകദേശം നാമാവശേഷാക്കാൻ വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇതിലും പറഞ്ഞത് ലൈറ്റ് ബട്ട് ടൈറ്റ് റെഗുലേഷൻ ബൈ എ സിംഗിൾ റെഗുലേറ്റർ ഫോർ ഹയർ എഡ്യൂക്കേഷൻ. ഹയർ എഡ്യൂക്കേഷൻ മൊത്തം നിയന്ത്രണം ഒരു സിംഗിൾ റെഗുലേറ്ററിലാണെന്ന് പറയുന്നത് അവസാനം കൊണ്ട് പറഞ്ഞത് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിൽ പറയുന്നുണ്ട്. A light but tight regulation by a single regulator for higher education. കേന്ദ്രീകരണത്തിന്റെ ഉച്ചസ്ഥായിയാണ് ഹയർ എഡ്യൂക്കേഷൻ മൊത്തം ഒരു സിംഗിൾ റെഗുലേറ്ററിലായിരിക്കുന്നത്. സ്ഥാപനങ്ങൾ എല്ലാ പ്രവർത്തനങ്ങളും അധ്യാപകരുടെ ഓഡിറ്റ് നടത്തി പബ്ലിക് ഡിസ്ക്ലോഷർ ഞാൻ നേരത്തെ പറഞ്ഞത് ഹയർ എഡ്യൂക്കേഷൻ ബാധകമാണെന്ന്. 10ാമത്തെ സ്ഥാപനങ്ങളുടെ പുനഃസംഘടനയും ഏകീകരണമാണ്. സ്കൂൾ വിദ്യാഭ്യാസത്തിലും ഈ പുനഃസംഘടന ഏകീകരണം പറഞ്ഞിട്ടുണ്ട്. ഇത് വീണ്ടും വ്യാഖ്യാനിക്കുന്നില്ല. കുറെ കോളേജുകൾ ചില കാര്യങ്ങൾ പറഞ്ഞെന്നറിയാം. ഒരു ഈ ശിഥിലം വലിയ ഭീഷണിയാണ്. കോളേജ് ആടുകളിലും ഒരു കിടക്കുന്ന കോളേജ് അംഗീകരിക്കുകയെന്ന് അർത്ഥം. എന്നിട്ട് 3000-ത്തിലധികം കുട്ടികൾ പഠിക്കുന്ന വലിയ യൂണിവേഴ്സിറ്റികൾ അതുപോലെ തന്നെ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലുകൾ ആ രീതിയിൽ വളർത്തുന്നത്. ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള ക്യാമ്പസുകൾ ഉണ്ടാകുന്ന പറയുന്നത്. മൾട്ടി ഡിസിപ്ലിൻ നേരത്തെ ഇതിന്റെ ആമുഖത്തിൽ വേറെ സ്ഥലത്ത് ഹയർ എഡ്യൂക്കേഷനിൽ പറഞ്ഞിട്ട് ഈ ശിഥിലമായി കിടക്കുന്ന കോളേജുകളിൽ പിന്നെ ഈ വിദ്യാഭ്യാസ രംഗം ഒരു തടസ്സമാണെന്നും ഒരു ജില്ലയിൽ അല്ലെങ്കിൽ ഒന്നിലേറെ ജില്ലകൾക്ക് അതിന്റെ ബോർഡറിൽ ഒരു ജില്ലയിൽ അതിന്റെ ബോർഡറിൽ മറ്റേ ജില്ലക്ക് പ്രാപ്യത കിട്ടുന്ന രീതിയിൽ ബോർഡറിൽ ഒരുപാട് വലിയ എണ്ണം കുട്ടികൾ പഠിക്കുന്ന വലിയ കോളേജുകൾ മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള കോളേജുകൾ പിന്നെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപിക്കണമെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് ആമുഖത്ത് തന്നെ.
പിന്നെ പുരാതന സർവകലാശാലയുടെ ശ്രേഷ്ഠ ഇടിമണ്ട് നളന്ദ, തക്ഷശില, അത് അത് പറഞ്ഞ ഒരു 10-15 പേര് അത് ഇടി പറയുന്നു. സ്ഥാപനങ്ങൾക്ക് പിന്നെ ഓപ്പൺ ഹയർ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങൾ ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിംഗ് ODL തുടങ്ങാം, അതിന് പ്രോത്സാഹിപ്പിക്കണമെന്ന് പറഞ്ഞു. കോളേജുകൾക്ക് ഉന്നത പഠന സ്ഥാപനങ്ങൾക്ക് ഓപ്പൺ ODL തുടങ്ങി കഴിഞ്ഞാൽ എന്താണ് റെഗുലർ സ്റ്റഡീസ് എന്നൊരു പിന്നെ സാധാരണ നേരത്തെയും ഈ സാധനം കണ്ടാൽ 3ാം ക്ലാസ്സിൽ പിന്നെ സ്റ്റേറ്റ് NIOS പരീക്ഷ നടത്താൻ SIOS പരീക്ഷ നടത്താൽ ഒരു ഔപചാരിക വിദ്യാഭ്യാസം വേണമെന്നില്ല എന്നുള്ള സൂചിപ്പിക്കുകയാണ്. പിന്നെ 10ാമത്തെ ചാപ്റ്ററിലെ 11ാമത്തെ പാരഗ്രാഫ് ഇങ്ങനെ പറയുന്നു. പിന്നെ അവസാനത്തെ പദവി പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിത്ത് പബ്ലിക് സ്പിരിറ്റഡ് കമ്മിറ്റ്മെന്റ് ടു ഹൈ ക്വാളിറ്റി ഇക്വിറ്റബിൾ എഡ്യൂക്കേഷൻ വിൽ ബി എൻകറേജ്ഡ്. സ്വകാര്യ മേഖലനെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യം കൂടി പറഞ്ഞു വെച്ചിട്ടുണ്ട്. ബിരുദ കോഴ്സുകൾക്ക് 4 വർഷം കാലാവധി 4 വർഷം ഡ്യൂറേഷൻ വരുന്നു. 1 വർഷം കഴിഞ്ഞാൽ എപ്പോഴും വരാം, എപ്പോഴും പോകാം. അതിന്റെ ക്രെഡിറ്റുകൾ പിന്നെ കെയർ ഓവർ ചെയ്യുന്നു പറയുന്നു. വിദേശത്ത് പഠിച്ചാലും ഇവിടുത്തെ ക്രെഡിറ്റ് ഇങ്ങോട്ടേക്ക് വരുന്നു പറയുന്നു. 1 വർഷം കഴിഞ്ഞാൽ പഠിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് പുറത്തു പോകാം, ആ കുട്ടിക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കും. 2 വർഷം കഴിഞ്ഞാൽ ഡിപ്ലോമ കോഴ്സായി, 3 വർഷം കഴിഞ്ഞാൽ ഡിഗ്രി, 4 വർഷം കഴിഞ്ഞാൽ സവിശേഷ പഠനത്തിലെ ഡിഗ്രി നടക്കും. അത് പിന്നെ റിസർച്ച്, അതുപോലെ തന്നെ ഹയർ സ്റ്റഡീസിലൊക്കെ പോകാൻ ഇങ്ങനെ എളുപ്പത്തിൽ ഒരു പിന്നെ ഫാസ്റ്റ് ഫുഡായിട്ട് സാധനത്തിന് ഡിഗ്രിനെ മാറ്റിയിട്ടുണ്ട്. ഇന്ത്യയിലെ ഉന്നത നിലവാരമുള്ള സ്ഥാപനങ്ങളെ മറ്റു രാജ്യങ്ങളിൽ ക്യാമ്പസുകൾ തുടങ്ങാൻ പ്രേരിപ്പിക്കും. തടസ്സമില്ല. കാരണം എന്ന് പറയാം, അമേരിക്കയിലെ ഹൂസ്റ്റണിൽ ഏകൽ അഭിയാന് രജിസ്ട്രേഷൻ ഉണ്ട്. ചിലപ്പോ നടന്നേക്കാം, സംഭവിച്ചേക്കാം. ഏകൽ അഭിയാനിന്റെ ഭാഗമായിട്ട് അവിടെ തുടങ്ങാം, ഫിലാന്ത്രഫി സംവിധാനത്തിന്റെ ഭാഗമായിട്ട്. അതുപോലെ ലോകത്തിലെ ഏറ്റവും ഉയർന്ന 100 സർവകലാശാലകളെ ഇന്ത്യയിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കും. അതാണ് ഉദ്ദേശിക്കുന്നത്. മറ്റേത് വെറുതെ പറഞ്ഞു വെച്ചാൽ അത് പറഞ്ഞാൽ ഇത് പറയാൻ കഴിയും. അത് ചിലപ്പോൾ നടക്കണമെന്നില്ല. അപ്പോൾ ലോകോത്തരമായ 100 സർവകലാശാലകളിൽ കോർപ്പറേറ്റൈസേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. ഹയർ എഡ്യൂക്കേഷൻ കോർപ്പറേറ്റ് വൽക്കരണം നടത്തുക എന്നുള്ളത്. നേരത്തെ മുതലാളികൾക്ക് അല്ലെങ്കിൽ പിന്നെ സ്കൂളുകളൊക്കെ വിദ്യാഭ്യാസ മേഖല സ്വകാര്യവൽക്കരണമാണെങ്കിൽ ഇത് കോർപ്പറേറ്റ് വൽക്കരണമാണ്. ഇത് കുറച്ചുകൂടി വലുതാണ്. 13ാമത്തെ ചാപ്റ്ററിലെ അധ്യാപകരുടെ ടെനർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ അതേ കൺഫർമേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതേ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. വിവിധ മാനദണ്ഡങ്ങൾ പോകുന്നില്ല. 17ാമത്തത് നാഷണൽ റിസർച്ച് ഫൗണ്ടേഷനാണ്. റിസർച്ചിനെ പറ്റി ആമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ എന്തായിരിക്കണം റിസർച്ച് എന്ന് നിശ്ചയിക്കുന്ന ബോഡിയുണ്ട്. എല്ലാ റിസർച്ചും ചെയ്യാൻ വേണ്ടി പറ്റില്ല. എന്തായിരിക്കണം റിസർച്ച് എന്ന് അത് നിയന്ത്രിക്കുന്ന പിന്നെ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ ഉണ്ട്. അതിനകത്ത് ആരൊക്കെ ഉണ്ടെന്ന് പറയാം. ഇതിനകത്ത് സർക്കാർ ഏജൻസികളും വ്യവസായ സ്ഥാപനങ്ങൾ പ്രൈവറ്റ് ഫിലാന്ത്രഫിക് സ്ഥാപനങ്ങളുമായി ആശയവിനിമയം നടത്തും. ക്ലിയർ ആണല്ലോ. അതിൻ്റെ അകത്ത് വലിയ രീതിയിലുള്ള പിന്നെ സർക്കാർ സ്ഥാപനങ്ങൾക്ക് പുറമെ ഈ ഫണ്ടിംഗ് ഒക്കെ അവിടെ വരും. വ്യവസായ സ്ഥാപനങ്ങൾ അവർക്ക് വേണ്ടുന്ന റിസർച്ച്, വ്യവസായിക്ക് വേണ്ടുന്ന റിസർച്ച്, അത് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ അടക്കുന്നതിന്റെ ഭാഗമായിട്ട് നേരത്തെ പറഞ്ഞു. വൊക്കേഷണലൈസേഷന്റെ ഭാഗമായിട്ട് അവർക്ക് വേണ്ടുന്ന വൊക്കേഷണൽ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഗവേഷണമാണ്. നല്ലതോ മോശമോ എന്നുള്ളത് വിലയിരുത്തപ്പെടേണ്ടതാണ്. പ്രൈവറ്റ് ഫിലാന്ത്രഫിക്കിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യാം? ഫിലാന്ത്രഫിക്കിന്റെ ഭാഗമായിട്ട് നേരത്തെ പറഞ്ഞ റിസർച്ചുകളെല്ലാം വരും. ആദ്യം പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ, ഈ നിലവിലുള്ള ഇന്ത്യൻ ഭാഷകളുടെ മഹത്വം, ഇന്ത്യൻ സംസ്കാരത്തിന്റെ മഹത്വം ഗവേഷണ വിഷയമാക്കേണ്ടതാണ് എന്ന് ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഗവേഷണ വിഷയം ഇവിടെ വരും. പിന്നെ നിയന്ത്രണ സംവിധാനങ്ങൾ വിദ്യാഭ്യാസത്തിൽ പ്രൈവറ്റ് ഫിലാന്ത്രഫിക് സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. അവിടെ ഹയർ എഡ്യൂക്കേഷനിലാണ് പറയുന്നത്. നേരത്തെ പറഞ്ഞതന്നെ സ്വകാര്യ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ രൂപീകരണത്തിന് ഉതകുന്ന രീതിയിൽ ഒരു ദേശീയ മാർഗരേഖ ഉണ്ടാക്കും. ഈ മാർഗരേഖ പൂർണ്ണമായും സ്വകാര്യവൽക്കരണത്തിലുള്ള മാർഗരേഖയാണ്. നിയന്ത്രണ സംവിധാനത്തിന്റെ ഭാഗമായി ഒരു വിശദീകരണം കൂടി ഉണ്ടാക്കുന്നുണ്ട്. ഇങ്ങനെ പറഞ്ഞു, 18ാമത്തെ ചാപ്റ്ററിൽ 14ാമത്തെ പാരഗ്രാഫ് ഇങ്ങനെ പറയുന്നു. നിയന്ത്രണ സംവിധാനത്തിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനെ അവസാനിപ്പിക്കുന്നു. ദിസ് വിൽ എംപവർ പ്രൈവറ്റ് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, HEI, ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടു സെറ്റ്, നോക്കണം, ദിസ് വിൽ എംപവർ പ്രൈവറ്റ് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ടു സെറ്റ് ഫീസ് ഫോർ ദയർ പ്രോഗ്രാംസ്. അവരുടെ പരിപാടിക്ക് അവർക്ക് ഫീസ് നിശ്ചയിക്കാൻ ഇൻഡിപെൻഡന്റ്ലി, ആരും ഇൻഡിപെൻഡ് ചെയ്യണ്ട, അവർക്ക് സ്വയം തീരുമാനിക്കാം. ത്രൂ വിതിൻ ദ ലേഡ് ഡൗൺ നോംസ്, നേരത്തെ ഉണ്ടാക്കിയ മാർഗരേഖകൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് പിന്നെ ഇതിനൊക്കെ വാണിജ്യവൽക്കരണത്തിന് എതിരാണ്, ഫിലാന്ത്രഫിക്കാണല്ലോ. അപ്പോ അങ്ങനെ പറയുമ്പോൾ അവർക്ക് സ്വന്തമായിട്ട് ഫീസ് നിശ്ചയിക്കാം അവരുടെ പ്രോഗ്രാമുകൾക്ക്, നേരത്തെ നിശ്ചയിച്ച മാനദണ്ഡങ്ങൾക്ക് വിധേയമായി. ഇതിനപ്പുറം എങ്ങനെയാണ് സംഗതി പറയേണ്ടത്? ഇതെങ്ങനെ വ്യവസായവൽക്കരണം, കച്ചവടവൽക്കരണം നടന്നുള്ളത്? ചാപ്റ്ററിന്റെ അവസാനം ഇതിങ്ങനെ പോന്നു. 14ാമത്തെ പാർട്ട് 3 മിക്കവാറും ടെക്നിക്കൽ എഡ്യൂക്കേഷനായിട്ട് IT ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പാർട്ട് 3 അതിലും ഒരു കേന്ദ്രീകരണത്തിന്റെ വലിയ സ്വഭാവം കാണിക്കുന്നുണ്ട്. പാർട്ട് 4 അവസാനിപ്പിക്കുന്നത് മേക്കിംഗ് ഇറ്റ് ഹാപ്പൻ, ഇതെങ്ങനെ നടത്തിക്കും എന്നുള്ളതാണ്.
ഇതിൽ അവസാനം പറഞ്ഞു വെക്കുകയാണ്, ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അവസാനം പറയുന്നത് ഈ നയം പേജ് 61 26ാമത്തെ ചാപ്റ്ററിലെ 6ാമത്തെ പാരഗ്രാഫ്. ഈ നയം വിദ്യാഭ്യാസ മേഖലയിൽ പ്രൈവറ്റ് ഫിലാന്ത്രഫിക് സംരംഭങ്ങളുടെ പുനരുജ്ജീവനവും സജീവമായ പ്രോത്സാഹനവും പിന്തുണയും ആവശ്യപ്പെടുന്നു. ഈ നയത്തിലൂടെ ആവശ്യപ്പെടുന്നവരോട് പ്രത്യേകിച്ച് പൊതുസ്ഥാപനങ്ങൾക്ക് പൊതു ബജറ്റിന്റെ ഭാഗമായി വകയിരുത്തലിനും ഫണ്ടിന് പുറമെ അവരുടെ വിദ്യാഭ്യാസ ഉന്നമനത്തിനായി പ്രൈവറ്റ് ഫിലാന്ത്രഫിക് ഫണ്ട് സമാഹരിക്കാം. പൊതുസ്ഥാപനങ്ങൾക്ക് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്കൂളിലല്ലോ, വേണമെങ്കിൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഈ സ്കൂളിന് മറ്റേതെങ്കിലും ഒരു മുതലാളിയുടെ പൈസ ഈ സ്കൂളിലേക്ക് വേണമെങ്കിൽ സർക്കാർ തരുന്ന പൈസ പോരാ, ഈ പരിപാടിക്ക് വേണ്ടി സമാഹരിക്കാം. ഇതിന് അതിന്റെ ഉന്നമനത്തിന്. അതെ, ഉന്നമനം എന്ന് പറയുമ്പോൾ വേറെ ഇൻഫ്രാസ്ട്രക്ചർ മാത്രം, ഇൻഫ്രാസ്ട്രക്ചറിനെ പറ്റി പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ അതിനു വേണ്ടി മാത്രമായിട്ട് ഊന്നൽ കൊടുക്കേണ്ട പറഞ്ഞ അത് ഇതിന്റെ ഭാഗമായിട്ട് സ്വാഭാവികം ഡെവലപ്പ് ചെയ്യുന്നതൊക്കെ സൂചിപ്പിച്ചില്ല. അത് ഒരു വിശദ പഠനത്തിലെ സാധനം കാണാൻ പറ്റും നമുക്ക്. ഇങ്ങനെയാണ് അതിനെ സമപ്പ് ചെയ്തിട്ടുള്ളത്. ദ പോളിസി ആൾസോ കോൾസ് ഫോർ, ഇതിനെ ഇംഗ്ലീഷ് ഇങ്ങനെ സമർപ്പിക്കും, കോൾസ് ഫോർ ആവശ്യപ്പെടുന്നു. ദ പോളിസി ഓൾസോ കോൾസ് ഫോർ ദ റീജുവനേഷൻ, പുനരുജ്ജീവനം, റീജുവനേഷൻ, ആക്റ്റീവ് പ്രൊമോഷൻ ആൻഡ് സപ്പോർട്ട് ഫോർ പ്രൈവറ്റ് ഫിലാന്ത്രഫിക് ആക്ടിവിറ്റി ഇൻ ദ എഡ്യൂക്കേഷൻ സെക്ടർ. ഇതാണ് ഈ വിദ്യാഭ്യാസം ആത്യന്തികമായി വിദ്യാഭ്യാസത്തെ ലക്ഷ്യം വെക്കുന്നത് എന്ന് പറഞ്ഞു വെക്കുകയാണ് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ മേക്കിംഗ് ഇറ്റ് ഹാപ്പൻ എന്ന 4ാമത്തെ ചാപ്റ്ററിന്റെ അവസാന ഭാഗത്ത്. എന്ന് പറഞ്ഞാൽ ഒരു ഭരണകൂടം അതിന്റെ വിദ്യാഭ്യാസ നയം എത്ര മനോഹരമായി നടപ്പിലാക്കുന്നു എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളത്. ഏറ്റവും മനോഹരമായി ഒരു ഭരണകൂടത്തിന്റെ വിദ്യാഭ്യാസ നയം ആവിഷ്കരിച്ചിട്ടുള്ളത് മെക്കോളയാണ്. രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരനെങ്കിലും അഭിരുചിയിലും സാംസ്കാരിക വിനിമയത്തിലും അതുപോലെ തന്നെ അവന്റെ മറ്റ് ആശയ രൂപീകരണത്തിലും ഒക്കെ ഒരു ബ്രിട്ടീഷുകാരനായിട്ടുള്ള ഒരു പൗരനെ വാർത്തെടുക്കുകയാണ് ഈ വിദ്യാഭ്യാസ നയത്തിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞ മെക്കോളെ പറഞ്ഞതിന്റെ തുടർച്ചയാണ് ഇപ്പൊ ഇവർ പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യക്കാരനെ ഇന്ത്യൻ ഭരണകൂടം ആഗ്രഹിക്കുന്ന രീതിയിൽ അവരുടെ ഐഡിയോളജിക്ക്, സംഘപരിവാറിന്റെ ഐഡിയോളജിക്ക് അനുസൃതമായി സംഘപരിവാർ മുന്നോട്ട് വെക്കുന്ന വേദിക്ക്, അതുപോലെ തന്നെ മനുസ്മൃതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഭാഷ, അതുപോലെ തന്നെ അതിനനുസരിച്ച് സംസ്കാരം രൂപപ്പെടുത്തുന്ന രീതിയിൽ ഒരു രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ നിലവിലുള്ള ഭരണവർഗത്തിന്റെ സാമ്പത്തിക താല്പര്യവും കോർപ്പറേറ്റുകളുടെ താല്പര്യവും ഒരുപോലെ പരിഗണിച്ചുകൊണ്ട് എങ്ങനെ വർഗീയവൽക്കരണവും അതുപോലെ തന്നെ സ്വകാര്യവൽക്കരണവും അതുപോലെ തന്നെ അധികാര കേന്ദ്രീകരണവും ഫെഡറലിസത്തിന്റെ നിരാസവും അതുപോലെ തന്നെ തൊഴിലാളി വിരുദ്ധമായ സമീപനവും എങ്ങനെ വിദ്യാഭ്യാസ മേഖലയെ നടപ്പിലാക്കാമെന്ന് കൃത്യമായി നിർവഹിച്ചിട്ടുള്ള ഇത്തരം ഒരു റിപ്പോർട്ട് എങ്ങനെ ഇന്ത്യ രാജ്യത്തിലെ പൊതുസമൂഹം പുരോഗമന പ്രസ്ഥാനങ്ങൾ ഏറ്റെടുക്കണമെന്ന് വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. പ്രിയമുള്ളവരെ, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഈ നയം മുന്നോട്ട് വെക്കുന്ന പ്രതിലോമ ആശയങ്ങളെ വളരെ സമഗ്രമായി അതെങ്ങനെയാണ് നിലനിൽക്കുന്ന നമ്മുടെ ജനാധിപത്യ വിദ്യാഭ്യാസ സംവിധാനത്തെയും മതനിരപേക്ഷ വിദ്യാഭ്യാസ സംവിധാനത്തെയും ബാധിക്കുന്നത് എന്നതുൾപ്പെടെ വിശദീകരിച്ചുകൊണ്ട് വളരെ സമഗ്രമായി നമ്മളോട് ഈ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സഖാവ് വിനോദ് മാഷ് സംസാരിച്ചു കഴിഞ്ഞു. തുടർന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അടുത്തതായി സംസാരിക്കുന്നത് SFIയുടെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് സഖാവ് CP ഷിജുവാണ്. സഖാവ് ഷിജുവിനെ ഈ വെബിനാറിൽ സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, തളിപ്പറമ്പ് സൗത്ത് ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു സംവാദം ഫേസ്ബുക്ക് ലൈവിലൂടെ സംഘടിപ്പിക്കപ്പെടുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് വളരെ ആധികാരികമായി തന്നെ എനിക്ക് മുമ്പിൽ സംസാരിച്ചിട്ടുള്ള സഖാവ് സൂചിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. രാജ്യം കഴിഞ്ഞ കുറച്ച് നാളുകളായി നിരവധിയായ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി ഇന്ന് ദേശീയ വിദ്യാഭ്യാസ നയം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. 1986 രൂപീകരിച്ചിട്ടുള്ള ദേശീയ വിദ്യാഭ്യാസ നയം, ആ വിദ്യാഭ്യാസ നയത്തിന് ശേഷം അതിൽ നിരവധിയായ മാറ്റങ്ങൾ വരുത്തി വീണ്ടും ഒരു വിദ്യാഭ്യാസ നയം
രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ ജനാധിപത്യത്തിലെ ഒരു അംശം പോലും പാലിക്കാതെ കൺകറന്റ് ലിസ്റ്റിൽ വരുന്ന സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും തുല്യാവകാശമുള്ള ഈ വിദ്യാഭ്യാസ നയത്തെ ഏകപക്ഷീയമായ രീതിയിൽ പാർലമെൻറ്റിൽ പോലും ചർച്ച ചെയ്യപ്പെടാതെ ഇവിടെ അവതരിപ്പിച്ചിരിക്കുകയാണ്. അവതരിപ്പിക്കുക മാത്രമല്ല, അത് ഇപ്പോൾ നടപ്പിലാക്കാൻ വേണ്ടി നിർബന്ധം പിടിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ കോവിഡ് പശ്ചാത്തലത്തിൽ രാജ്യം വലിയ പ്രതിസന്ധിയിലൂടെ മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിൽ ധൃതി പിടിച്ചുകൊണ്ട് ഈ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കിയതെന്ന് വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. രാജ്യത്തിനകത്ത് വലിയ പ്രതിഷേധങ്ങൾ പോയ കാലങ്ങളിൽ BJPയുടെ ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുള്ള എല്ലാ നയങ്ങൾക്കെതിരെയും സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത് കാശ്മീർ വിഷയത്തിലായാലും അതുപോലെ ദേശീയ പൗരത്വ വിഷയത്തിലായാലും നിരവധിയായ വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തരത്തിലുള്ള പ്രതിഷേധം രേഖപ്പെടുത്തി മുന്നോട്ട് വരികയാണ്. ഈ ഒരു ആപൽക്കരമായിട്ടുള്ള ആളുകൾ ദിനംപ്രതി മരിച്ചു വീഴുന്ന ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ഗവൺമെൻറ് കോവിഡ് പ്രതിരോധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരു പ്രവർത്തനവും സംഘടിപ്പിക്കാതെ ഇത്തരത്തിലുള്ള ഓരോ നയങ്ങൾ നടപ്പിലാക്കി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ധൃതിയാണ് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദേശീയ വിദ്യാഭ്യാസ നയം ഈ രാജ്യത്തിനകത്ത് വരുത്തി തീർക്കാൻ വേണ്ടി പോകുന്ന നിരവധിയായ പ്രത്യാഘാതങ്ങൾ അത് ഈ പൊതുസമൂഹം ആകമാനം മനസ്സിലാക്കണം. കാരണം വിദ്യാഭ്യാസം എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപഭോക്താക്കൾ എന്ന് പറയുന്നത് വിദ്യാർത്ഥികളാണ്. ആ വിദ്യാർത്ഥികളോട് അവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കാതെ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധമില്ലാത്ത കസ്തൂരിരംഗൻ എന്ന് പേരുള്ള ഒരു മനുഷ്യനെ പിടിച്ചിരുത്തി എന്താണോ കേന്ദ്ര ഗവൺമെൻറ് അവരുടെ ആജ്ഞ ഇഷ്ടം പോലെ തന്നെ അവർ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നയമായി ആ വിദ്യാഭ്യാസ നയമാകുകയാണ്. വർഗീയവൽക്കരണം, കാവ്യവൽക്കരണം, അതുപോലെ തന്നെ ഹിന്ദുത്വ അജണ്ട ഇവയെല്ലാം ആ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി വരുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഏകീകൃത സിവിൽ കോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നേരത്തെ നിരവധിയായ ചർച്ചകൾ സംഘടിപ്പിച്ചതാണ്. അതിനു സമാനമായി നമ്മുടെ രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയെല്ലാം ഒന്നാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ രാജ്യം നാനാർത്ഥത്വ ഏകത്വം എന്ന് പറയുന്ന ബഹുസ്വരയുടെ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന രാജ്യമാണ്. ഈ രാജ്യത്തിന് വൈവിധ്യമാർന്ന പ്രത്യേകതകളുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള ഭാഷ, വ്യത്യസ്തമായിട്ടുള്ള മതം, വ്യത്യസ്തമായിട്ടുള്ള വേഷവിധാനം, ആചാരരീതികൾ, അനുഷ്ഠാനങ്ങൾ, അങ്ങനെ വൈവിധ്യങ്ങളുടെ കലവറയാണ് നമ്മുടെ രാജ്യം. ഒരു സംസ്ഥാനത്ത് സംസാരിക്കുന്ന ഭാഷയല്ല മറ്റു സംസ്ഥാനങ്ങളിൽ സംസാരിക്കുക. അതുപോലെ തന്നെ വൈവിധ്യമാർന്ന വിദ്യാഭ്യാസ രീതികളാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇവയെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് നമ്മുടെ രാജ്യത്താകമാനം ഒരു സിലബസോടുകൂടി പഠിക്കണം. നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച്, കേരളത്തിൻ്റെ സംസ്കാരത്തെക്കുറിച്ച് കേരളത്തിലെ വിദ്യാർത്ഥികൾ പഠിക്കേണ്ടതില്ല. അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലെ സംസ്കാരത്തെക്കുറിച്ച് അവർ പഠിക്കേണ്ടതില്ല. നമ്മുടെ രാജ്യത്തിനകത്തും അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തിനകത്തും നടന്നിട്ടുള്ള സമരങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികൾ പഠിക്കേണ്ടതില്ല. നിങ്ങൾ എന്ത് പഠിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്ന പ്രഖ്യാപനം നടത്തിക്കൊണ്ട് രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ മുന്നോട്ട് പോവുകയാണ്. ഇത് തികച്ചും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള സമീപനമാണെന്ന് നാം വളരെ കൃത്യമായി തന്നെ ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. രാജ്യത്തിനകത്ത് വലിയ പ്രക്ഷോഭങ്ങൾ ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുകയാണ്. വിദ്യാർത്ഥികളും അതുപോലെ തന്നെ യുവജനങ്ങളും അതുപോലെ തന്നെ മഹിളകളും എല്ലാം. കാര്യം, നമ്മുടെ രാജ്യത്തിനകത്ത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കേവലമായ വിദ്യാർത്ഥികളുടെ മാത്രമല്ല, നമ്മുടെ രാജ്യം ഏറെ പ്രതീക്ഷയോടുകൂടി നിലനിൽക്കുന്ന ഒരു വിഭാഗമാണ് വിദ്യാർത്ഥികൾ. ആ വിദ്യാർത്ഥികളുടെ നയത്തെ രൂപീകരിക്കുമ്പോൾ സ്വാഭാവികമായും തന്നെ ആ വിഷയത്തിൽ വളരെ കൃത്യമായി ഇടപെടാൻ വേണ്ടി ഇവിടുത്തെ പൊതുസമൂഹവും തയ്യാറാവും. രാജ്യത്തിനകത്തെ ആഭാലവൃതം ജനങ്ങളും ഈ നയത്തിനെതിരായിട്ടുള്ള ശക്തിയുക്തമായിട്ടുള്ള പോരാട്ടങ്ങൾ സംഘടിപ്പിക്കുകയാണ്. നമുക്കറിയാം, ഈ രാജ്യം എന്ന് പറയുന്നത് ലോകത്തിനകത്ത് ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്. ഫെഡറൽ സംവിധാനം ഫോളോ ചെയ്യുന്ന ഏറ്റവും മികച്ച ഒരു ജനാധിപത്യ രാജ്യം. ആ രാജ്യത്തിനകത്ത് ഫെഡറൽ തത്വങ്ങൾ ആകമാനം പാലിക്കപ്പെടാതെയാണ് ഈ നിയമം കൊണ്ടുവന്നിട്ടുള്ളത്. സാധാരണഗതിയിൽ കൺകറന്റ് ലിസ്റ്റിൽപ്പെടുന്ന ഒരു വിഷയത്തെക്കുറിച്ച് ഏത് നിയമനിർമ്മാണം നടത്തുമ്പോഴും സ്വാഭാവികമായും അതിന് തുല്യാവകാശികളായിട്ടുള്ള സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും തുല്യാധികാരമാണുള്ളത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഇവിടുത്തെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കൂടെ അഭിപ്രായം ആരാഞ്ഞതിന് ശേഷം മാത്രമേ ഒരു തീരുമാനമെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. പക്ഷേ എന്താ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്? ഇവിടെ സംസ്ഥാന ഗവൺമെൻറ് അഭിപ്രായങ്ങൾ ചോദിക്കുന്നില്ല. രാജ്യത്തിനകത്തെ സംസ്ഥാനങ്ങളുടെ അഭിപ്രായം ചോദിക്കാതെ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ ഈ ഒരു വിഷയം വരുമ്പോൾ സ്വാഭാവികമായും ഇന്ത്യൻ പാർലമെൻറ്റിൽ അവതരിപ്പിക്കണം. ഇന്ത്യൻ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച് ആ പാർലമെൻറ്റിനകത്ത് എല്ലാവരും ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്ത് സബ്ജക്റ്റ് കമ്മിറ്റിക്ക് വിട്ട് അത് പ്രധാനപ്പെട്ട നിരവധിയായ പ്രൊസീജിയറിലൂടെ കടന്നു പോയതിനു ശേഷം മാത്രമേ ഒരു നിയമനിർമ്മാണം നടത്താൻ വേണ്ടി പറ്റൂ. എന്നാൽ ഇവിടെ പാർലമെൻറ്റ് പോലും വിളിക്കാതെ ക്യാബിനറ്റ് മാത്രം തീരുമാനിച്ച് ഇതാ നമ്മൾ
നമ്മൾ ഈ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കി എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി തയ്യാറാവുകയാണ്. പോയ കാലങ്ങളിൽ RSS അതുപോലെ തന്നെ BJP അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മുടെ രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ കൊണ്ടുവന്നിട്ടുള്ള ഓരോ മാറ്റങ്ങൾ അത് ഞാൻ എല്ലാം പറയണമെന്ന് ആഗ്രഹിക്കുന്നില്ല. കാരണം നമ്മളെല്ലാം അതിൻ്റെ ഭാഗമായി അനുഭവിക്കുന്നവരാണ്. രാജ്യത്തിനകത്ത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രത്യേകിച്ച് രാജ്യത്തിനകത്ത് സർവകലാശാലകളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയാണ്. രാജ്യത്തിനകത്ത് പുരോഗമന സ്വഭാവമുള്ള വിദ്യാർത്ഥികളെ ആകമാനം കരുത്തുറങ്കിൽ അടക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. ഇവിടെ ജനാധിപത്യപരമായ രീതിയിൽ പ്രതിഷേധിക്കാനുള്ള അവകാശം അത് നിഷേധിക്കപ്പെടുന്നു. ഇങ്ങനെ രാജ്യത്തിനകത്ത് ഒട്ടക്കും നടത്തുന്ന എല്ലാ സമരങ്ങളെയും അടിച്ചമർത്താൻ വേണ്ടിയുള്ള സംഘടിതമായ ശ്രമം നടക്കുകയാണ്. രാജ്യത്തിനകത്തെ റിസർച്ച് മേഖല, ഗവേഷക മേഖല, ആ ഗവേഷണ മേഖലയിൽ സീറ്റുകൾ വെട്ടിക്കുറക്കാൻ വേണ്ടി തയ്യാറാവുകയാണ്. പകരം ഈ വിദ്യാർത്ഥികൾക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ചെയ്യപ്പെടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇവിടെ രാജ്യത്തിൻ്റെ DGP മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ 6% വിദ്യാഭ്യാസ മേഖലയ്ക്ക് നീക്കിവെക്കണമെന്ന് നമ്മൾ പറയുമ്പോൾ ഇത്രയും കാലമായി അത് നീക്കിവെക്കാൻ വേണ്ടി തയ്യാറാവുന്നില്ല. ഈ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി നമുക്കറിയാം 6% DGPയുടെ 6% വിദ്യാഭ്യാസ മേഖലയ്ക്ക് മാറ്റി നിൽക്കുന്നില്ല. ഇവിടെ ഇഷ്ടം പോലെ RSSന്റെ ഇഷ്ടം താന്തോന്നിത്തരം എങ്ങനെയാണോ നമ്മുടെ രാജ്യത്തിനകത്ത് നടപ്പിലാക്കുക, നമ്മൾ ആ വിദ്യാഭ്യാസ നയം എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇത് എല്ലായിടങ്ങളിലും പരിശോധിച്ച് നടപ്പിലാക്കി പരാജയപ്പെട്ടിട്ടുള്ള വിദ്യാഭ്യാസ നയമാണ്. ഡൽഹി യൂണിവേഴ്സിറ്റി 4 വർഷത്തെ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചു. അത് അമ്പേ പരാജയപ്പെട്ടതാണ്. ഇവിടെ ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനം എന്ന് പറയുന്നത് ചിലപ്പോൾ കാലഘട്ടങ്ങൾക്കനുസരിച്ചുള്ള പരിഷ്കാരത്തിൽ നിൽക്കുന്നവരല്ല നമ്മളാരും. ചിലപ്പോൾ ചില പരിഷ്കാരങ്ങൾ ആവശ്യമായി വരും. നമുക്കറിയാം, ഇയർ ബേസ് മാറ്റി ക്രെഡിറ്റ് ആൻഡ് സെമസ്റ്റർ സിസ്റ്റം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അതിനെ അംഗീകരിച്ചവരാണ് നമ്മൾ. നമുക്കങ്ങനെ പുരോഗമന സ്വഭാവമില്ലാത്തവരല്ല. പക്ഷേ ഓരോ രാജ്യത്തിൻ്റെയും സിസ്റ്റത്തിനനുസരിച്ച് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. ഇവിടെ നമുക്കറിയാം, ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി ഇവിടെ ഹൈടെക് ക്ലാസ് മുറികളെ കുറിച്ച് പറയുന്നുണ്ട്. ആ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി ഹൈടെക് ക്ലാസ് മുറികളെ കുറിച്ച് പറയുമ്പോൾ കേരളത്തിനകത്ത് കഴിഞ്ഞ നാളുകളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു മണ്ഡലത്തിൽ ഒരു സ്കൂൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയരാൻ വേണ്ടി പോവുകയാണ്. അതുമാത്രമല്ല, കേരളത്തിൽ ഏതാണ്ട് 45,000-ഓളം ഹൈടെക് ക്ലാസ് മുറികൾ നമ്മുടെ രാജ്യത്തിന് തന്നെ അഭിമാനമായ രീതിയിൽ നമ്മുടെ കേരളത്തിനകത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഇവിടെ നടപ്പിൽ വരുത്തിയിരിക്കുകയാണ്. ഇങ്ങനെ ലോകത്തിന് മാതൃകയാവുന്ന ഒരു വിദ്യാഭ്യാസ നയം, ആ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി ലോകത്തിൻ്റെ തന്നെ ഈ വിദ്യാഭ്യാസ നയത്തിൻ്റെ നയം രൂപീകരിക്കപ്പെട്ടൊരു സംസ്ഥാനമാണ് ഈ കേരളം എന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. കേരളത്തിനകത്ത് ആദ്യത്തിൽ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ കൊണ്ടുവന്ന ചരിത്രപ്രസിദ്ധമായ 2 ബില്ലിൽ ഒരു ബില്ല് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ബില്ലാണെന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇങ്ങനെ ലോകത്തിന് മാതൃകയാവുന്ന ഒരു വിദ്യാഭ്യാസ നയം ഈ കേരളത്തിനകത്ത് നടപ്പിലാക്കിയിട്ടുണ്ട്. പക്ഷേ കേന്ദ്രം ഇപ്പോൾ നടപ്പിലാക്കിയിട്ടുള്ള വിദ്യാഭ്യാസ നയം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ ജനതയ്ക്ക് യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ വേണ്ടി പറ്റുന്നതല്ല. ഇത് ജനാധിപത്യ വിരുദ്ധമാണ്, ഫെഡറൽ തത്വങ്ങൾ വിരുദ്ധമാണ്. അതുമാത്രമല്ല, മതനിരപേക്ഷതയെക്കുറിച്ച് ഒരു കാര്യം പോലും ആ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി പറഞ്ഞിട്ടില്ല. നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ടതാണ്. നമ്മൾ ലോകത്തിന് മാതൃകയായിട്ടുള്ള നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന ബഹുസ്വരതയുടെ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന നമ്മുടെ രാജ്യം, ഈ രാജ്യത്തിനകത്ത് മതനിരപേക്ഷതയെക്കുറിച്ച് ഒരക്ഷരം പറയാൻ വേണ്ടി ആ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് ആ വിദ്യാഭ്യാസ നയത്തിൽ പ്രതിപാദിക്കുന്നില്ല. ഇത് തികച്ചും പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണോ രാജ്യത്തിനകത്ത് RSSഉം അതുപോലെ തന്നെ സംഘപരിവാരത്തിൻ്റെ ശക്തികളും വിദ്യാഭ്യാസ മേഖലയിൽ കൂടി കടന്നു വന്ന് അവരുടെ വർഗീയവൽക്കരണം നടപ്പിലാക്കുന്നത്, ആ നടപ്പിലാക്കുന്ന നയത്തെ ഒന്ന് കുറേ കൂടി ശക്തിപ്പെടുത്തുക, അത് വിദ്യാഭ്യാസ മേഖലയിൽ കൂടി ഉൾപ്പെടുത്തുക എന്ന ലക്ഷ്യം മാത്രമാണ് ഇതിൻ്റെ ഭാഗമായിട്ടുള്ളത്. അതുകൊണ്ട് തീർച്ചയായും ഈ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ബില്ലിനെതിരെ വ്യാപകമായ പോരാട്ടം സംഘടിപ്പിക്കണം. ഇത് നമ്മുടെ ജനങ്ങളുടെ മുമ്പാകെ എത്തിക്കണം. കാരണം ഇത് ഇപ്പോഴും ചില ആളുകളുടെ വിചാരം ഇതെന്തോ വലിയ വിസ്ഫോടനം സംഭവിക്കാൻ വേണ്ടി പോകുന്ന എന്തോ വലിയ സംഭവമായിട്ടുള്ള ബില്ലാണ്. ഈ ബില്ല് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ ബില്ല് 3 വയസ്സുള്ള ഒരു കുട്ടിയെ ഇവിടെ പ്രൈമറി വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി കൊണ്ടുവരാൻ വേണ്ടി പറയുന്നുണ്ട്. നമുക്കറിയാം, ഒരു 3 വയസ്സുള്ള കുട്ടിയുടെ ചിന്താശേഷി എത്രമാത്രം ഉണ്ടാവുക. എന്തുകൊണ്ടാണ് 6 വയസ്സുള്ള കുട്ടിക്ക് 1-ാം ക്ലാസ് എന്ന് പറയുന്ന ഒരു തത്വത്തിലേക്ക് പോയ കാലങ്ങളിൽ പോയിട്ടുള്ളത്? ആ 3 വയസ്സുള്ള കുട്ടിക്ക് ചിന്തിക്കാനുള്ള, അവൻ വീട്ടിൽ നിന്ന് കളിക്കേണ്ട പ്രായമാണ്. ശരിക്കും യഥാർത്ഥത്തിൽ തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുന്നതെന്നൊക്കെ നമ്മളൊക്കെ പരോക്ഷപരമായി പലപ്പോഴും പറയാറുണ്ട്. ആ തലത്തിലേക്കുള്ള ചില നയങ്ങൾ ഇതിൻ്റെ ഭാഗമായി പറയുകയാണ്. അങ്ങനെ ഓരോ ഘട്ടം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാലും ഗവേഷണ മേഖലയിൽ ഇപ്പോൾ ഓട്ടോണമസ് കോളേജുകൾക്ക് വ്യാപകമായ അംഗീകാരം കൊടുക്കുക, അതുപോലെ തന്നെ സർവകലാശാലകളെ ഇല്ലാതാക്കുക, സർവകലാശാലയുടെ സ്വയംഭരണാധികാരം നഷ്ടപ്പെടുത്തുക, അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖല മൊത്തമായി കേന്ദ്രീകരിക്കുക. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 1977 വിദ്യാഭ്യാസ മേഖല കൺകറന്റ് ലിസ്റ്റിൽ വരുന്നത്. അതിന് മുന്നേ സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. ഇനി രാജ്യത്തിനകത്ത് വിദ്യാഭ്യാസ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിന് മാത്രം ഇടപെടാൻ വേണ്ടിപ്പെടുന്ന വിഷയമാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം ഇവിടെ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ സ്വീകരിക്കാൻ വേണ്ടി പോവുകയാണ്.
ഇത്തരത്തിൽ ഏറെ ആപൽക്കരമായിട്ടുള്ള, ഏറെ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു ബില്ലാണ് ഈ ദേശീയ വിദ്യാഭ്യാസ നയം. ഈ വിദ്യാഭ്യാസ നയത്തിനെതിരായിട്ടുള്ള പോരാട്ടം നമ്മളെല്ലാം തന്നെ സംഘടിപ്പിച്ചുകൊണ്ട് അതിശുദ്ധിയുക്തമായി ഈ നയത്തിനെതിരായിട്ടുള്ള സംഘടിതമായ പോരാട്ടം സംഘടിപ്പിക്കാൻ ഇവിടുത്തെ പൊതുസമൂഹം തയ്യാറാവണം എന്ന് മാത്രം ഇതിൻ്റെ ഭാഗമായി സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങളേവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വെബിനാർ ഇവിടെ പൂർണ്ണമാവുകയാണ്. വളരെ സമഗ്രമായി ഇതിൻ്റെ ഉള്ളറകളെ സംബന്ധിച്ച് കൃത്യമായ വിശകലനം നടത്തിക്കൊണ്ട് സഖാക്കൾ സംസാരിച്ചിട്ടുണ്ട്. വിഷയം അവതരിപ്പിച്ചുകൊണ്ട് ഈ വെബിനാർ ഉദ്ഘാടനം ചെയ്ത സഖാവ് വിനോദ് മാസ്റ്റർക്കും പ്രതികരണം രേഖപ്പെടുത്തി സംസാരിച്ച സഖാവ് ഷിജുവിനും വിദ്യാഭ്യാസ സംരക്ഷണ സമിതി തളിപ്പറമ്പ് സൗത്ത് ഉപജില്ലയുടെ നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം ഈ വെബിനാർ വീക്ഷിക്കുന്നതിന് വേണ്ടി ഫേസ്ബുക്കിൽ സജീവമായി നിലനിന്ന മുഴുവൻ വിദ്യാഭ്യാസ പ്രേമികൾക്കും വിദ്യാഭ്യാസ സംരക്ഷണ സമിതിയുടെ പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് ഈ പരിപാടി ഇവിടെ പൂർണ്ണമായതായി അറിയിക്കുന്നു.